വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് സെലക്ഷൻ സ്ട്രാറ്റജിയാണ്. അതായത് ഇൻവെസ്റ്റ്മെന്റും സ്വിംഗ് ട്രേഡിംഗും ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകളെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ള സ്ട്രാറ്റജിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന രണ്ട് തരം മെത്തേഡുകളാണ് നമുക്കറിയാം. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും രണ്ടാമത്തത് ടെക്നിക്കൽ അനാലിസിസും. ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നും ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നും ബേസിക് ലെവലിൽ നമ്മളൊന്ന് പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്നുകൂടെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് പഠിച്ച് ആ കമ്പനി ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണോ, ആ കമ്പനിക്ക് ഗ്രോത്തിന് വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ പോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള കമ്പനി എടുക്കുമ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് പഠിക്കാനായിട്ട് ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനി എടുക്കുമ്പോൾ സാധാരണഗതിയിൽ അത് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഏത് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏതൊരു മേഖലയിൽ അല്ലെങ്കിൽ ഏതൊരു സെഗ്മെന്റിലാണ് ആ ഒരു ടാറ്റ മോട്ടോഴ്സ് നിൽക്കുന്നത് എന്നാണ് ആദ്യം നോക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, വാഹന നിർമ്മാണം എന്ന് പറയുന്ന മേഖലയിലാണ് ടാറ്റ മോട്ടോഴ്സ് നിലനിൽക്കുന്നത് നമുക്കറിയാം. അപ്പോൾ വാഹന നിർമ്മാണ രംഗത്ത് ഇനിയുള്ള കാലത്ത് എന്തുമാത്രം സാധ്യതകളുണ്ട്, അതിൽ ഇന്ത്യയിൽ വളർച്ചാ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. നമുക്കറിയാം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് കുറച്ച് കാലങ്ങളായിട്ട് ഏകദേശം 10-30-50 വർഷത്തോളമായിട്ട് വലിയ രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു സെഗ്മെന്റ് ആണ്. ഇനിയും അതിന് വലിയ സാധ്യതകളുണ്ട് നമുക്കറിയാം. കാരണം ഒരു 10-30 വർഷം മുമ്പൊക്കെ ഒരു നാട്ടിൽ 1-2 വണ്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ഗ്രാമപ്രദേശത്ത് ഒരു നാട്ടിൽ 1-2 വണ്ടിയൊക്കെ ഒരു 30-50 വർഷം മുമ്പൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ അതല്ല അവസ്ഥ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ വീട്ടിലും 1-2 വണ്ടി എന്നുള്ള ലെവലിലേക്ക് തന്നെ വളർന്നു കഴിഞ്ഞു നമ്മുടെ നാട് എന്ന് പറയുമ്പോഴേക്ക്. അപ്പൊ ഇനിയും ഇത് വലിയ രീതിയിലേക്ക് വളരാനുള്ള സാധ്യതയുണ്ട്. കാരണം മാത്രമല്ല പഴയകാലം പോലെ ഒന്നല്ല. നേരത്തെ ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ 10-20-30 വർഷമൊക്കെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരാൾ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒരു 5 വർഷം മാക്സിമം പോയാൽ 10 വർഷം അതിനപ്പുറത്തേക്ക് ഒരു വാഹനം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഓരോ ചിലരൊക്കെ വർഷം വണ്ടി മാറ്റുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓരോ കാലഘട്ടത്തിലും ഇതിന്റെ വളർച്ച വലിയ രീതിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ഓരോ പുതിയ രീതിയിലേക്ക് വാഹനങ്ങൾ വരുമ്പോൾ സൗകര്യങ്ങളും ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിന്റെ ഫ്യൂവൽ, ഇപ്പൊ നേരത്തെ നമുക്കറിയാം പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ ഇപ്പൊ ഹൈബ്രിഡ് ആയി മാറിയതിനു ശേഷം ഇലക്ട്രിക്കൽ വരുന്നു. ഇനി ഒരുപക്ഷെ ഭാവിയിലേക്ക് ഇതിനേക്കാൾ വേറെ കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കുന്ന മറ്റേതെങ്കിലും ഒരു എനർജിയിലേക്ക് മാറിയേക്കാം. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾക്ക് സാധ്യത ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോ നേരത്തെ ഒരു 2-3 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പെട്രോൾ കാർ ഇപ്പൊ മാറ്റി ഇലക്ട്രിക്കിലേക്ക് മാറ്റുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ നല്ല ഗ്രോത്തിന് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലുള്ള ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിക്കും ഒരുപക്ഷെ സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നോക്കുക ആ ഒരു സെഗ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചാ സാധ്യതയെ പറ്റിയാണ് നോക്കുക. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് വലിയ രീതിയിൽ വളരാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കുന്നു. അതിനുശേഷം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്ന് നമ്മൾ ടാറ്റ മോട്ടോഴ്സിനാണ് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ സാധ്യതകൾ എന്തുമാത്രം ഉണ്ടെന്നാണ് നോക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ 5 വാഹന നിർമ്മാതാക്കൾ എടുത്താൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒന്നുണ്ടാവും, ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനി ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നോക്കുമ്പോൾ ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിക്ക് വലിയ സാധ്യതകളുണ്ട്. അത് മാത്രമല്ല വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അവർ പുതിയ കമ്പനികളിൽ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു, പുതിയ ഒരു മോഡൽ വണ്ടികൾ ഇറക്കുന്നു, പുതിയ കാലഘട്ടത്തിനൊപ്പം സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരത്തെ അറിയാം അംബാസഡർ, ഈ മാറ്റങ്ങൾക്ക് തയ്യാറാത്തോണ്ട് അംബാസഡർ നമ്മുടെ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയത് അറിയാം. പക്ഷേ ടാറ്റയ്ക്ക് അങ്ങനെ ഒരു സാധ്യത വരുന്നില്ല. കാരണം അവർ ഇന്നോവേഷന്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ ഇന്നോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് നല്ല സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാവുന്നു. അതിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനി എടുക്കുമ്പോൾ ടോപ്പ് 5 ഒന്നായതുകൊണ്ട് തന്നെ വലിയ വളർച്ചാ സാധ്യത പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണ് നമുക്കറിയാം. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ ബേസ് അടിത്തറ എന്താണെന്നൊക്കെ നോക്കുന്നു. അതായത് അടിത്തറ നോക്കുമ്പോൾ നമുക്കറിയാം ടാറ്റ എന്ന് പറയുന്നത് മോട്ടോഴ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ് അല്ല. ഒരുപാട് മേഖലകളിൽ അവരുടെ ബിസിനസ് ഉണ്ട്, ഒരുപാട് ഏരിയകളിൽ അവരുടെ ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടാറ്റ എന്ന് പറയുന്നത് വൺ ബിസിനസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു ഉപസ്ഥാപനം മാത്രമാണ് ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ ഫണ്ടമെന്റലി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും ടാറ്റ മോട്ടോഴ്സ് വലിയ ഒരു സ്ട്രോങ് ആയിട്ട് അടിത്തറയുള്ള ഒരു കമ്പനിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റിന്റെ ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെ കഴിവുകൾ, അവരുടെ വിഷൻ, അതുപോലെ തന്നെ ആ കമ്പനിയുടെ ആസ്തി എന്തുമാത്രമുണ്ട്, ആ കമ്പനിക്ക് എന്തുമാത്രം ലയബിലിറ്റി ഉണ്ട്, ആ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്, അവർ ആരൊക്കെയായിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്,
ഇനി അതിന്റെ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഈ കമ്പനിയുടെ അസറ്റ്, അതിന്റെ സമ്പത്തിൽ എന്തുമാത്രം വളർച്ച സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ലയബിലിറ്റി എന്തുമാത്രം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റി കൂടി സമ്പത്ത് കുറയുകയാണോ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ അതിന്റെ ഗ്രോത്ത് ഫിനാൻഷ്യലി പഠിക്കുകയും ചെയ്യുന്നു. അതായത് ഫിനാൻഷ്യലി പഠിക്കുക എന്ന് പറയുമ്പോഴേക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ള അതിന്റെ ഗ്രോത്തും അതുപോലെ തന്നെ അതിന്റെ ലയബിലിറ്റിയും പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തുമാത്രം ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ആ കമ്പനിയുടെ ഷെയറിന്, അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ആ കമ്പനിയുടെ വാല്യൂവിന് ഇനി വളർച്ചാ സാധ്യത, ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന രീതിയാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഫണ്ടമെന്റൽ അനാലിസിസിന് ഒരു സ്റ്റോക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിച്ച് ആ ഒരു കമ്പനിയുടെ വളർച്ചാ സാധ്യതയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ എക്സാമ്പിൾ പറയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ജൂൺ മാസം, ഒരു മെയ് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യത്തോടു കൂടി മഴയുടെ സീസണും സ്കൂൾ തുറക്കുന്ന സീസണൊക്കെ തുടങ്ങുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്ക് ഇപ്പൊ യൂണിഫോം നിർമ്മിക്കുന്ന കമ്പനികൾ, യൂണിഫോം ക്ലോത്ത് മെറ്റീരിയൽ ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സുകൾ, നോട്ട്ബുക്ക് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ, അതുപോലെ മഴക്കാലമായതുകൊണ്ട് ആ കാർഷികം, നമ്മുടെ കേരളത്തിൽ അധികം ഇല്ലെങ്കിൽ പോലും കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ കാർഷിക വളങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇതിനൊക്കെ ഒരു നല്ലൊരു കുതിച്ചുചാട്ടത്തിനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ജൂൺ മാസം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ സീസണൽ ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് നമുക്കറിയാം, ഈ നമ്മുടെ നാട്ടിലൊക്കെ അക്ഷയ തൃതീയ എന്നൊക്കെ പറയുമ്പോൾ സ്വർണ്ണക്കടകളിൽ കുറച്ച് തിരക്ക് വരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു സെഗ്മെന്റിൽ കുറച്ചധികം ബിസിനസിന് ചാൻസ് ഉണ്ട്. ഇങ്ങനെ സീസണൽ ആയിട്ടുള്ള ഗ്രോത്തിനുള്ള സാധ്യതയുള്ള സമയം ഫണ്ടമെന്റൽ അനാലിസിസിൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഡീറ്റെയിൽസുകളും സീസണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകളും പഠിച്ചിട്ട് ആ കമ്പനിക്ക് ഒരു വളർച്ചാ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെന്റിനും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡിങ്ങിനും സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു രീതിയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഈ ഒരു രംഗത്ത് സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെഗ്മെന്റിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് ഡീപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിച്ച് മനസ്സിലാക്കി ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ മറ്റുള്ള സോഴ്സുകളെ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതായത് മറ്റുള്ള ഒരു വിദഗ്ധാഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും. മറ്റൊരു രീതി നമുക്കറിയാവുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോഴേക്കും ഇതൊന്നുമല്ല സംഭവം. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ചാർട്ട് പാറ്റേണുകൾ, ക്യാൻഡിൽസുകളും ചാർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിലെ ആ നിശ്ചിത കമ്പനികളുടെ പ്രീവിയസ് ഹിസ്റ്ററി, കഴിഞ്ഞ കാലങ്ങളിലുള്ള അതിന്റെ പ്രൈസ് മൂവ്മെന്റ് ആണ് ചാർട്ടായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രൈസ് മൂവ്മെന്റ് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് അതിന് ടെക്നിക്കൽ അനാലിസിസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മാറി താഴേക്ക് വന്നാൽ മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സ് ആവും, ഇവിടുന്ന് തിരിച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ട്രെൻഡ് വീണ്ടും പോസിറ്റീവ് ആവും. ഇങ്ങനെ അതിന്റെ പ്രീവിയസ് പ്രൈസ് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ക്യാൻഡിൽസ്റ്റിക്കുകളും ചാർട്ട് പാറ്റേണും ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റോക്ക് ട്രേഡ് എടുക്കാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന രീതിയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിലും യൂസ് ചെയ്യുന്നവരുണ്ട്. ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും യൂസ് ചെയ്യുന്നവരുണ്ട്. ടെക്നിക്കൽ അനാലിസിസിന് പൊതുവെ ഒരു അഡ്വാൻറ്റേജ് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഗ്രോത്ത് ആണെങ്കിലും അല്ലെങ്കിൽ താഴേക്കുള്ള മൂവ്മെന്റ് ആണെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാനും അതനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഫണ്ടമെന്റൽ അനാലിസിസ് അങ്ങനെയല്ല. ചിലപ്പോൾ നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള കമ്പനിയാണെന്ന് മനസ്സിലാക്കിയാൽ പോലും ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ആ സ്റ്റോക്ക് മൂവ് ചെയ്യാതെ ഇരുന്നെന്നും വരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു രീതിയാണ്. പക്ഷേ ഇത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രമേ നമ്മൾ ഈ രീതി കണ്ടിട്ടുള്ളൂ. ഫണ്ടമെന്റലി വീക്ക് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ രീതി, ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനികളിൽ മാത്രമേ ഈ ഒരു മൂവ്മെന്റ് പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു രീതി നമുക്ക് സൂട്ടബിൾ ആയിട്ട് കിട്ടാറുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, ഒരു കമ്പനിയുടെ ഗ്രോത്ത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ രീതിയാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ
മുൻകാല സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 4 കാര്യങ്ങളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, ഇവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്തത്, ഈ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടോ, അതായത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. രണ്ടാമത്, ഇതിന് വോളിയം ഉണ്ടോ എന്ന് നോക്കുന്നു. വോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര ഷെയറുകളുടെ വാങ്ങൽ വിൽക്കലുകൾ, എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വോളിയം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, ജസ്റ്റ് ഒരു ബ്രീഫിംഗ് പോലെ ഇപ്പൊ പറയുന്നുള്ളൂ. മൂന്നാമത്, ആ കമ്പനി മുൻപ് ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നു. നാലാമത്തത്, ആ കമ്പനി ഇപ്പൊ പോസിറ്റീവ് ട്രെൻഡിലാണോ നെഗറ്റീവ് ട്രെൻഡിലാണോ നോക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ, ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഗ്രോത്ത് ആ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ആ ഗ്രോത്ത് എന്നുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കുന്നു, ഒന്നാമത്തെ ഘട്ടം കടന്നുപോയിരിക്കുന്നു എന്നർത്ഥം. രണ്ടാമത്, അതിന് വോളിയം ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സഫീഷ്യന്റ് വോളിയം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും വിശ്വാസമുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് വാങ്ങലുകൾ വിൽക്കലുകൾ സാധിക്കും എന്നുള്ളതാണ് വോളിയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൂന്നാമത്തത്, ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും ഒരു സ്റ്റോക്കിനെ ശ്രദ്ധിക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാഡ് ഹിസ്റ്ററി എന്നുള്ളത്. ഹിസ്റ്ററി മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്യപ്പെടാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഹിസ്റ്ററികൾ മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്യപ്പെടാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ വീണ്ടും ആ ഒരു ബാഡ് ഹിസ്റ്ററിക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. നാലാമത്തത്, പോസിറ്റീവ് ട്രെൻഡിലാണോ നോക്കുന്നു. പോസിറ്റീവ് ട്രെൻഡിലുള്ള ഒരു കമ്പനി നഷ്ടത്തിലാണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം, തെറ്റില്ല. എന്നാൽ നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്ന കമ്പനി എത്ര കാലം എത്ര വലിയ ഗ്രോത്ത് തന്നിട്ടുള്ള കമ്പനി ആണെങ്കിലും അത് എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഫോളോ ചെയ്യുന്ന മറ്റൊരു സിസ്റ്റം ഉണ്ട്, അത്തരം സിസ്റ്റം ആണെങ്കിൽ മാത്രമേ ഇതെല്ലാം ഒഴിവാക്കാറുള്ളൂ. അത്തരം ഒരു രീതി അനുസരിച്ച് ഒരു കമ്പനി നമുക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കമ്പനി നമ്മൾ പോസിറ്റീവ് ട്രെൻഡോ നെഗറ്റീവ് ട്രെൻഡോ ഒന്നും തന്നെ നോക്കാറില്ല, സ്റ്റോക്ക് സെലക്ഷന്റെ സ്ട്രാറ്റജി നോക്കാറില്ല. ആൾറെഡി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള റിട്ടേൺ നമ്മൾ റിലീസ് ചെയ്തതിനു ശേഷം, പിൻവലിച്ചതിന് ശേഷം മാത്രമാണ് ആ കമ്പനി അങ്ങനെ വിട്ടുകളയുന്ന ഒരു സിസ്റ്റവും നമുക്കുണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 4 ഘടകങ്ങൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, ഒരു കമ്പനിയെ നമ്മൾ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, നേരത്തെ കണ്ടപ്പോൾ തന്നെ ഗ്രോത്ത് എന്ന കാര്യം എങ്ങനെയാണ് പരിശോധിക്കുക നോക്കുക. ഗ്രോത്ത് വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട് വളർച്ച, അതായത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ആ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള വളർച്ചയാണ് നമ്മൾ ഗ്രോത്ത് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 3 വർഷം മുമ്പോ 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ 20 വർഷം മുമ്പോ ഈ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് തൃപ്തികരമായിട്ടുള്ള റിട്ടേൺ ആ കമ്പനി തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടെ നോക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം നിഫ്റ്റി 50യുടെ ഇൻഡെക്സ്, നിഫ്റ്റി 50 അഥവാ നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് അല്ല, NSEയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് തന്നിരിക്കുന്ന ശരാശരി ഗ്രോത്തിനോട് അടുത്ത്, അത് അത്ര തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ശരാശരി ഗ്രോത്തിനോട് അടുത്തുണ്ടോ എന്ന് നോക്കുക. നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് തന്നിരിക്കുന്ന ശരാശരി ഗ്രോത്തിനോട് അടുത്ത് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കാര്യം, ഈ ഗ്രോത്ത് എന്നുള്ള കാര്യം ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനെപ്പോഴും നമ്മൾ ട്രേഡിംഗ് വ്യൂ അനാലിസിസ് ബേസിക് ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ട്രേഡിംഗ് വ്യൂ അനാലിസിസ് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലുണ്ട്, സൈറ്റിലുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകളോ, ഇനി ഇൻ കേസ് ഇന്ന സ്റ്റോക്ക് ഇന്ന പ്രൈസിന്റെ മുകളിലേക്ക് പോയാൽ അത് ബൈ ചെയ്യണം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോലെയോ, അതല്ലെങ്കിൽ ഒരു അലർട്ട് പോലെയോ, അല്ലെങ്കിൽ ഇന്ന പ്രൈസിന്റെ താഴേക്ക് വന്നാൽ അത് എക്സിറ്റ് ചെയ്യണം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു അലർട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ ഇതിനകത്ത് സാധിക്കുന്ന മാത്രമല്ല, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഇത് മാഞ്ഞു പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈറ്റിനെ യൂസ് ചെയ്യുന്നത്. ബാക്കി ഏത് സൈറ്റിലും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ സൈറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്ക് നമ്മൾ മാർക്ക് ചെയ്തൊന്നും ഒട്ടുമിക്കയിടത്തും, എല്ലാത്തിലൊന്നും പറയാൻ പറ്റില്ല, ഇത് ചിലപ്പോൾ എനിക്കറിയാത്ത സൈറ്റുകൾ ഉണ്ടായിരിക്കാം, അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആ മാർക്ക് ചെയ്ത ലൈനുകളോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും പിന്നീട് വരാറില്ല, വീണ്ടും മാർക്ക് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. ഇവിടെ നമ്മൾ ഈ സൈറ്റ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എപ്പോഴും ഒരു സ്റ്റോക്കിനെ നമ്മൾ ഒരു ലോങ് ടേം വ്യൂ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇൻവെസ്റ്റ്മെന്റിനും ട്രേഡിങ്ങിനായിട്ട് അതിന്റെ ട്രെൻഡും മൂവ്മെന്റ് പാറ്റേണും അതിന്റെ സ്വഭാവം ഒക്കെ മനസ്സിലാക്കാനായിട്ട് ലോങ് ടേം വ്യൂ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനായിട്ട് ഈ ഭാഗത്ത്, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് അവിടെ
ഡി എന്ന ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്, ഡെയിലി എന്ന് പറയുന്ന ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് ഇത് മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട്. മാറ്റിക്കൊണ്ടുവന്ന് ഇതിന്റെ മാക്സിമം ഹിസ്റ്ററി നമ്മൾ എടുക്കണം. അതായത് അതിന്റെ ചാർട്ട് മുഴുവൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ചാർട്ട് നമ്മൾ എടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും ദൂരമാണ് ഇതിന്റെ ചാർട്ട് ഉള്ളത്. ഏകദേശം 990 കാലഘട്ടത്തോടു കൂടി ഇത് ആരംഭിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിന്റെ ചാർട്ടിൽ കാണിക്കുന്നത് ഏകദേശം 990 ജൂലൈ മുതലുള്ള ഒരു ചാർട്ട് ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒന്ന് കയറിയിരിക്കുന്നു, അതിനുശേഷം താഴേക്ക് ഇറങ്ങി, പിന്നെ ഒരു വലിയൊരു ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത കുറെ കാലഘട്ടം 2001 വരെ, അതുപോലെ 2003 വരെ വലിയൊരു ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. 2003ലേക്ക് അതിന്റെ ഒരു പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഈ ഒരു നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ് 1000 താഴെ മാത്രമാണ് 2003 ഇതിന്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടായിരുന്നത് 1000 താഴെ മാത്രമാണ്. അതിനുശേഷം ഇത് 2007, 2008 കാലഘട്ടത്തോടു കൂടി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 6000ലേക്ക്, അതായത് 2003 1000 പോയിന്റോളം അല്ലെങ്കിൽ 1000 ആയിരുന്നു ഇതിന്റെ വാല്യൂ എന്നുള്ളത്. അത് 2008 കൂടി ഏകദേശം 5 വർഷം കൊണ്ട് 1000 നിന്നും ഇത് 6000ലേക്ക് 6 ഇരട്ടിയോളം ഗ്രോ ചെയ്തു. അതിനുശേഷം 2008, 2009 നിന്ന് വീണ്ടും ഇതിന്റെ വാല്യൂ താഴേക്ക് വന്നു, ഏകദേശം 3000 അടുത്ത്, ഏകദേശം 50% കറക്ഷൻ വന്നു. അതിനുശേഷം പിന്നീട് കാര്യമായിട്ടൊരു ഗ്രോത്ത്, അതായത് ഒരു വലിയൊരു ഫാസ്റ്റ് മൂവ്മെന്റ് ഇവിടുന്ന് സംഭവിക്കുന്നില്ല. അതായത് 2009, 2010 കാലഘട്ടത്തിൽ 2009 കാലഘട്ടത്തിൽ 3000 വാല്യൂ ഉണ്ടായിരുന്ന ഇത് പിന്നീട് 2020 ഏകദേശം 10 വർഷത്തിനുള്ളിൽ ഇത് 12000ലേക്ക്, അത്യാവശ്യം നല്ല വാല്യൂ കിട്ടുന്നു, 3-4 ഇരട്ടിയോളം കയറിയിട്ടുണ്ട്. അപ്പൊ 12000ലേക്ക് എത്തി. ആ 12000ൽ നിന്നും ആ കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം നല്ല രീതിയിൽ താഴ്ന്നു. അതിനുശേഷം 2020 കാലഘട്ടത്തിൽ ഇത് 9000 വരെ 8000 സംതിങ് വരെയൊക്കെ എത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നീട് അങ്ങ് ഫാസ്റ്റ് ആയിട്ട് കയറി 2024 വെറും 4 വർഷം കൊണ്ട് 9000ൽ നിന്നും ഇത് 26000-അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അത്രയും നല്ലൊരു ഗ്രോത്ത് ആണ് അടുത്തൊരു 4 വർഷം കൊണ്ടുണ്ടായത്. അപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഗ്രോത്ത് ഒരു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട്, 10 വർഷം കൊണ്ട്, 15 വർഷം കൊണ്ട് എന്തുമാത്രം ഗ്രോത്ത് ഉണ്ടായിട്ട് നോക്കാം. ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ കിടക്കുന്നത് 25,000-ലാണെന്ന് അറിയാം. ഒരു 3 വർഷം മുമ്പേ 2025 ആണ് ഇപ്പൊ കാലഘട്ടം നടക്കുന്നത്. 2025 3 വർഷം മുമ്പേ 2022 കാലഘട്ടം, 22 കാലഘട്ടത്തിൽ ഏകദേശം ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലെ വാല്യൂ എടുക്കുമ്പോൾ ഏകദേശം ഇത് 17,000-ൽ നിൽക്കുന്നു. 17,000-ൽ നിന്നും 25,000-ലേക്ക് എത്തിയിരിക്കുന്നു. അത്യാവശ്യം ഒരു ഗ്രോത്ത് തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 50% അടുത്ത് 17,000-ൽ നിന്നും 25,000-ലേക്ക് 8,000 പോയിന്റിന്റെ, അപ്പൊ ഏകദേശം ഒരു 30-40% ഇത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഗ്രോത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഒരു 10 വർഷം മുമ്പത്തെ ഹിസ്റ്ററി എടുക്കുക, 2015 കാലഘട്ടത്തിൽ എടുക്കുക, 2015 സെപ്റ്റംബർ കാലഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും 8,000-ൽ താഴെയാണ്. അവിടുന്ന് 3 ഇരട്ടിയോളം ഇത് ഗ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5 വർഷം മുമ്പും 3 വർഷം മുമ്പും 10 വർഷം മുമ്പും ഉണ്ടായതിനേക്കാൾ എന്തുമാത്രം റിട്ടേൺ തന്നിട്ടുണ്ടെന്ന് നോക്കുക. അതുപോലെ നമ്മൾ ചില സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഇപ്പൊ ഈ ചാർട്ടിൽ കാണുന്നത് മറ്റൊരു സ്റ്റോക്കാണ്. ഇത് HBL എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഇതിപ്പോ കാണുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഇപ്പൊ നിൽക്കുന്നത് ഏകദേശം 900 രൂപയാണ് ഇതിന്റെ പ്രൈസ് കിടക്കുന്നത്. ഇതിന്റെ മാക്സിമം ഹിസ്റ്ററി എടുക്കണം. ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏത് കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് നോക്കണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2007 കാലഘട്ടത്തിൽ, അതായത് 2007 ഇപ്പൊ 2015 എത്തി നിൽക്കുന്നു, ഏകദേശം 18 വർഷക്കാലം. അന്ന് ഇതിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത് വെറും 25 രൂപ 30 രൂപ റേഞ്ചിലാണ്. ഇപ്പൊ അത് 900, 18 വർഷം മുമ്പ് ഇതിൽ നിന്ന് 25 രൂപ 30 നിന്ന് ഇപ്പൊ 900-ലേക്ക് എത്തി. അതുപോലെ ഇത് ഇപ്പോ 900 രൂപയാണ് ഇപ്പൊ ഇതിന്റെ വില. 2022 കാലഘട്ടത്തിൽ ഇതിന്റെ പ്രൈസ് എന്തായാലും നോക്കുക. 2022 ഒരു 3 വർഷം മുമ്പത്തെ കാര്യമാണ് നോക്കുന്നത് നമ്മൾ. സെപ്റ്റംബർ മാസത്തിൽ ഇതിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത് ഏകദേശം 100 രൂപയിൽ താഴെ മാത്രമാണ്. ഈ 3 വർഷം കൊണ്ട് ഇത് 9 ഇരട്ടിയോളം വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 വർഷം മുമ്പത്തെ നോക്കുകയാണെങ്കിൽ 2015 കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു 50 രൂപ റേഞ്ചിലാണ്. അപ്പോൾ അവിടെ നിന്നും 9,000-ലേക്ക് എത്തി അത്യാവശ്യം നല്ല ഗ്രോത്ത് തന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് മറ്റൊരു സ്റ്റോക്കിന് നോക്കുന്നു, ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയെ നോക്കുന്നു. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുമ്പോഴേക്ക് 1000 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് കിടക്കുന്നത്. ഒരു 3 വർഷം മുമ്പ് 2022 ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇത് 750 രൂപ. വലിയ ഗ്രോത്ത് ഒന്നും 3 മാസം കൊണ്ട് കണ്ടു തന്നിട്ടില്ല. 750-ൽ നിന്നും 1000-ലേക്ക് എത്തിയുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 30%-ഓളം
ഗ്രോത്ത് ആണ് ഇത് തന്നിരിക്കുന്നത്. അതിനു മുമ്പ് 2015 ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെറും 50 രൂപയിൽ താഴെയാണ്. 10 വർഷം കൊണ്ട് 50-ൽ നിന്നും ഇത് 1000-ലേക്ക് വലിയ ഗ്രോത്ത് തന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്ക് 5 വർഷം മുമ്പും 10 വർഷം മുമ്പും ഒരു 3 വർഷം മുമ്പൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഹാപ്പി ആകുമായിരുന്നോ, അല്ലെങ്കിൽ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കമ്പനിയാണ് മുത്തൂറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി. മുത്തൂറ്റ് ഫിനാൻസ് നമുക്കറിയാം, അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ഏകദേശം 3000 രൂപയ്ക്ക് അടുത്താണ്. ഒരു 2022 മാസത്തിൽ 2022 സെപ്റ്റംബർ മാസത്തിൽ ഇതിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത് വെറും 1000 രൂപയാണ്. അവിടുന്ന് 3 ഇരട്ടിയോളം ഇത് ഗ്രോ ചെയ്തിട്ടുണ്ട് ഒരു 3 വർഷം കൊണ്ട്. അതുപോലെ 2015 കാലഘട്ടങ്ങളിൽ ഇത് ഉണ്ടായിരുന്നതിന്റെ ഒരു 200 രൂപയിൽ താഴെ മാത്രമാണ്. ഇപ്പൊ അത് 3000-ലേക്ക് എത്തി നിൽക്കുന്നു. വലിയ രീതിയിൽ ഇത് ഗ്രോത്ത് തന്നിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വാഹന നിർമ്മാണത്തിനകത്തുള്ള ഒരു കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റി നമുക്ക് നോക്കാം. കാരണം അതാണല്ലോ ഇവരുടെ ടാറ്റാ മോട്ടോഴ്സിന്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരാൻ പോകുന്നത്. ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം 3500 രൂപയാണ് ഇപ്പോഴത്തെ അതിന്റെ മാർക്കറ്റ് ഷെയർ. അപ്പൊ 2022 കാലഘട്ടത്തിൽ അതിന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 2000 രൂപയിൽ താഴെ മാത്രമാണ് അതിന്റെ പ്രൈസ് ഇരുന്നത്. ആ 2000-ൽ നിന്നും ഏകദേശം ഒരു 70-80% ഗ്രോ ചെയ്തിട്ട് അത് 3 വർഷം കൊണ്ട് 3500-ലേക്ക് എത്തി. അതുപോലെ 2015 കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 650 രൂപയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ 3500-ലേക്ക് വലിയ ഗ്രോത്ത് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് മാരുതി എന്ന് പറയുന്ന കമ്പനി. നമുക്കറിയാം മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനി. ഇപ്പോൾ ഓട്ടോമൊബൈൽസ് എടുക്കാൻ കാരണം ടാറ്റാ മോട്ടോഴ്സിനെ എക്സാമ്പിൾ ആയിട്ട് കണ്ടതുകൊണ്ടാണ് ഓട്ടോമൊബൈൽസ് എടുക്കാൻ കാരണം. അപ്പോൾ ഈ ടാറ്റാ മോട്ടോഴ്സ് മാരുതിയുടെ ചാർട്ട് ഒന്നുകൂടെ എടുത്തോട്ടെ. മാരുതി സുസുക്കി ഇതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇപ്പൊ 15000 രൂപയിലാണ് ഇപ്പൊ ഇതിന്റെ ഷെയർ വാല്യൂ കിടക്കുന്നത്. 15000 രൂപ. അപ്പോൾ ഒരു നേരത്തെ കണ്ട പോലെ തന്നെ അതേ സെയിം തന്നെ നോക്കാം. നമുക്ക് ഒരു 3 വർഷം മുമ്പേ 9500 രൂപ അവിടുന്ന് 15000-ലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നേരത്തെ കണ്ട പോലെ തന്നെ 2015 കാലഘട്ടത്തിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും 4000 രൂപ മാത്രമാണ്. അപ്പൊ 10 വർഷം കൊണ്ട് 4000-ൽ നിന്നും ഇതിന്റെ പ്രൈസ് ഏകദേശം 3 ഇരട്ടിയോളം വളർന്നിട്ട് 15000-ലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ കണ്ട ടാറ്റാ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ടാറ്റാ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 710 രൂപ, 700 രൂപ കണക്കാക്കാം. ഇത് 2022 കാലഘട്ടത്തിൽ ഇതിന്റെ ഏകദേശ വില എന്ന് പറയുന്നത് 500 രൂപയുടെ അടുത്താണ്. അവിടുന്ന് 700-ലേക്ക് എത്തിയിരിക്കുന്നു. ഏകദേശം ഒരു 50% അടുത്ത് ഇതിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു നേരത്തെ കണ്ടത് 2015 കാലഘട്ടത്തിൽ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 400 രൂപയുടെ അടുത്താണ്. 400-ന് ഡബിൾ പോലും ആയിട്ടില്ല ഇത്രയും സമയം. അപ്പോൾ ഈ മാരുതി ഓട്ടോമൊബൈൽസ് ആണോ അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണോ നമുക്ക് റിട്ടേൺ കൂടുതൽ തന്നെ നമ്മൾ ഹാപ്പി ആകുമായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ടാറ്റാ മോട്ടോഴ്സിനേക്കാൾ ഒരുപടി നമുക്ക് റിട്ടേൺ തന്നിട്ടുള്ളത് മാരുതി സുസുക്കിയും അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ കമ്പനികളാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗ്രോത്ത് എന്ന ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ ആ കമ്പനിക്ക് ഒരു കഴിഞ്ഞ 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കഴിഞ്ഞ 20 വർഷം കൊണ്ട് എന്തുമാത്രം റിട്ടേൺ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതിന്റെ പ്രധാന കാരണം നമ്മൾ ഉൾപ്പെടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വലിയ രീതിയിൽ വളരണം, സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന്റെ വാല്യൂ വർദ്ധിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയിൽ മാത്രമേ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ ഗ്രോത്ത് ഉള്ള കമ്പനി, ഇപ്പൊ നേരത്തെ കണ്ട പോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ 1000 രൂപയായിരുന്നു, ഇപ്പൊ അതിന്റെ വില 80 രൂപയായി കുറഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ ഇത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും അതിനു മുമ്പേ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഡീഗ്രോത്ത് അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗ്രോത്ത് എന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന കമ്പനികൾ നമുക്ക് പരിഗണിക്കാം. ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷം മുമ്പേ, 5 വർഷം മുമ്പേ, 10 വർഷം മുമ്പേ, 15 വർഷം മുമ്പേ, 20 വർഷം മുമ്പേ ആ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഹാപ്പി ആകുമായിരുന്നോ, അല്ലെങ്കിൽ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് തന്നിരിക്കുന്ന ഏകദേശ ഗ്രോത്തിന്റെ അടുത്തെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ കമ്പനി തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിനെ
ഗ്രോത്ത് അനുകൂലമായിട്ടുള്ള ഘടകമുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് പരിഗണിക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്, ഒരു കമ്പനിക്ക് വോളിയം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ കമ്പനിക്ക് വോളിയം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. വോളിയം എന്നാണ് നേരത്തെ എന്താന്ന് പറഞ്ഞു, വാങ്ങൽ വിൽക്കലുകൾ, എത്രമാത്രം ഷെയറുകൾ ഒരു ദിവസം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വോളിയം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു 100 ഷെയർ ഞാൻ രാവിലെ വാങ്ങിയെന്ന് സങ്കല്പിക്കുക. അതിന്റെ അർത്ഥം ഈ 100 ഷെയറിന്റെ വില കൂടണം, വർദ്ധിക്കണം, അതനുസരിച്ച് എനിക്ക് ലാഭം കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക. ഈ 100 ഷെയർ ഞാൻ വാങ്ങുക എന്ന പ്രക്രിയ എങ്ങനെ നടക്കുന്നത് നമ്മൾ ബേസിക് ലെവലിൽ കണ്ടതാണ്. NSE-യിലേക്ക് നമ്മളുടെ ഓർഡർ പോകുന്നു, അവിടെ ആരെങ്കിലും വിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ. അതല്ലാതെ ഒരിക്കലും ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയിൽ നിന്നും എനിക്ക് 100 ഷെയറുകൾ അങ്ങനെ വാങ്ങാൻ സാധിക്കില്ല. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആരൊക്കെയോ വാങ്ങി വെച്ചിരിക്കുന്ന ഈ കമ്പനിയുടെ ഷെയറുകൾ വിൽക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ എനിക്കത് വാങ്ങാൻ സാധിക്കൂ എന്ന് നമ്മൾ ആ ഒരു ലെവലിൽ കണ്ടതാണ്, ബേസിക് ലെവലിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ 100 ഷെയർ രാവിലെ ഞാൻ വാങ്ങി എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം മറ്റാരോ അവരുടെ കൈവശം ഉണ്ടായിരുന്നു, മറ്റാരൊക്കെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന 100 ഷെയറുകൾ എനിക്ക് നൽകി. അവിടെ ഒരു കൈമാറ്റം, ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ്, ഒരു കൈമാറ്റം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എത്ര ക്വാണ്ടിറ്റിയുടെ കൈമാറ്റമാണ് നടന്നത് അതിനെയാണ് വോളിയം എന്ന് പറയുന്നത്. ഇപ്പൊ 100 ഷെയർ ഞാൻ വാങ്ങിയപ്പോൾ അവിടെ വോളിയം 100 മാറി. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ വില താഴേക്ക് വരുന്നുണ്ടപ്പോൾ ഞാനത് അല്പം ഭയത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പാനിക് ആയതിനു ശേഷം ഇതിന്റെ 50 ഷെയറുകൾ വിറ്റ് ഒഴിവാക്കാൻ തീരുമാനിച്ചു, വിൽപ്പനയ്ക്ക് വെച്ചു. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ വിൽപ്പനയ്ക്ക് ഞാൻ ഇത് വെക്കുമ്പോൾ ആരെങ്കിലും വാങ്ങാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നു. അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് കൈമാറ്റം നടക്കുന്നു. മറ്റൊരാൾക്ക് 50 ഷെയറുകൾ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നു. അപ്പോൾ നേരത്തെ 100 ഷെയർ ഞാൻ വാങ്ങിയപ്പോൾ അവിടെ 100 ട്രാൻസാക്ഷൻ അഥവാ കൈമാറ്റം ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ 50 ഷെയർ ഞാൻ വിറ്റപ്പോൾ വീണ്ടും അവിടെ ട്രാൻസാക്ഷൻ അഥവാ കൈമാറ്റം 50 മാറി, 50 കൂടെ വർദ്ധിച്ചു. അപ്പോൾ 100 + 50 = 150 വോളിയമായി മാറി. ഇപ്പൊ എന്റെ കൈവശം ബാക്കി 50 ഷെയർ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ഇത് തിരിച്ച് നല്ല രീതിയിൽ തിരിച്ച് മുകളിലേക്ക് കയറുന്ന കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒരു 100 ഷെയർ കൂടെ വാങ്ങി. ഈ 100 ഷെയർ വാങ്ങി നേരത്തെ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, മറ്റാരും എനിക്ക് തന്നപ്പോൾ 100 ഷെയറിന് ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ എന്റെ കൈവശം നേരത്തെ കൈവശം ഉണ്ടായിരുന്ന 50 ഇപ്പൊ 100 കൂടെ ആയിട്ട് 150 ഷെയർ എന്റെ കൈവശം വന്നു. പക്ഷേ വോളിയം എന്നുള്ളത് വീണ്ടും ട്രാൻസാക്ഷൻ 100 ആയതുകൊണ്ട്, 100 ഞാൻ വാങ്ങിയ ട്രാൻസാക്ഷൻ കൈമാറ്റം ആയതുകൊണ്ട് ആൾറെഡി ഇവിടെ 150 വോളിയം കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ വാങ്ങിയ 100 കൂടെ ആഡ് ചെയ്തപ്പോൾ 150 + 100 250 വോളിയമായി മാറുന്നു. ഇങ്ങനെ ഒരു ദിവസം എത്ര ഷെയറുകളുടെ കൈമാറ്റം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വോളിയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളുടെ പ്രധാന പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വോളിയം കൂടുന്നു അത്രത്തോളം അതിന്റെ ബയേഴ്സിനും സെല്ലേഴ്സിനും ആ കമ്പനിയുടെ ഷെയറുകളിൽ വിശ്വാസമുണ്ടെന്നർത്ഥം. കാരണം നമ്മളാണെങ്കിൽ പോലും വലിയ രീതിയിൽ താല്പര്യമില്ലാത്ത, കോൺഫിഡൻസ് ഇല്ലാത്ത, വിശ്വാസമില്ലാത്ത ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ തയ്യാറാവില്ല. അത് എന്തെങ്കിലും ഒരു സാധ്യത മനസ്സിലായെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് സാധ്യത വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ആ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ നമ്മൾ തയ്യാറാവും. അപ്പോൾ വോളിയം എത്രത്തോളം കൂടുന്നു അത്രത്തോളം നല്ലത്. അതിന് ഏകദേശം ഒരു കാൽക്കുലേഷനും കൂടെ നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വോളിയം ഒരു ദിവസത്തെ വോളിയാണ് രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വൈകുന്നേരം 3:30 ക്ലോസ് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ദിവസത്തെ വോളിയമാണ് നമുക്ക് കണക്കെടുക്കേണ്ടത്. CMB എന്ന് പറയുമ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഒരു ഷെയറിന്റെ, ഒരു കമ്പനിയുടെ ഓഹരിക്ക് ഷെയറിന് ഇപ്പോഴത്തെ മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണോ അതിന്റെ ട്രാൻസാക്ഷൻ കച്ചവടം നടക്കുന്നത് അതാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ CMB കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ CMB 100 രൂപ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 5 മില്യൺ, അതായത് 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണെന്ന് നമുക്കറിയാം. മിനിമം 50 ലക്ഷം വോളിയമെങ്കിലും ഒരു ദിവസം നടക്കുന്നുണ്ടോ നോക്കണം. അതിൽ കുറവാണെങ്കിൽ ആ കമ്പനിക്ക് വാങ്ങാനും വിൽക്കാനും ആളുകൾക്ക് താല്പര്യം, ഇൻട്രസ്റ്റ് കുറവാണെന്ന് അർത്ഥം. അപ്പോൾ 100 രൂപ മാർക്കറ്റ് വിലയുള്ള ശരാശരി, 100 താഴെയാവാം, 100 മുകളിലും ആവാം, 100 രൂപ ശരാശരി മാർക്കറ്റ് വിലയുള്ള ഒരു ഷെയർ മിനിമം 5 മില്യൺ, 50 ലക്ഷം വോളിയമെങ്കിലും കൈമാറ്റമെങ്കിലും, 50 ലക്ഷം ഷെയറുകളുടെ കൈമാറ്റമെങ്കിലും ഒരു ദിവസം നടക്കുന്നുണ്ടെങ്കിൽ അതൊരു സഫീഷ്യന്റ് വോളിയം ഉള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ CMB കറന്റ് മാർക്കറ്റ് പ്രൈസ്, ഇപ്പോഴത്തെ ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ 500 രൂപയാണെങ്കിൽ അത്തരം ശരാശരി 500 രൂപയുള്ള ഒരു കമ്പനിക്ക് ആവറേജ് 3 മില്യൺ, അതായത് 30 ലക്ഷം വോളിയം, 30 ലക്ഷം ട്രാൻസാക്ഷൻ എങ്കിലും ഒരു ദിവസം നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതും നമുക്ക് കുഴപ്പമില്ലാതെ ഒരു ശരാശരി വാങ്ങാൻ പറ്റുന്ന വോളിയം ഉള്ള ഒരു കമ്പനിയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ CMB 1500 കറന്റ് മാർക്കറ്റ് പ്രൈസ് 1500 വിലയുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 1 മില്യൺ, അതായത് 10 ലക്ഷം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ CMB 2500 രൂപ വിലയുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷവും 5000 രൂപ വിലയുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഷെയർ വാല്യൂ 5000 രൂപ വിലയുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷവും വോളിയം ഉണ്ടോ എന്ന് നോക്കുക. ഇതിന്റെ
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയെങ്കിലും വോളിയം ഇല്ലെങ്കിൽ ആ കമ്പനി അധികം ആളുകൾക്ക് വിശ്വാസമില്ലെന്ന് അർത്ഥം. ജസ്റ്റ് ഒരു 2-3 എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുന്നു. അത് ഡെയിലി ആണ് നോക്കേണ്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡെയിലി നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നു. ഇത് ട്രേഡിംഗ് വ്യൂ അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനും പെട്ടെന്ന് നോക്കാനും വേണ്ടിയിട്ട് പറയുകയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സ്, ആ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അവിടെ നമ്മൾ വോളിയം എന്ന് ടൈപ്പ് ചെയ്യുന്നു. വോളിയം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് വോളിയം എന്നുള്ളൊരു കണ്ടന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗത്ത്, ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് വോളിയം എത്രയാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വോളിയം എത്രയാണ് നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വോളിയം ഒരു ദിവസത്തെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും ലാസ്റ്റ് ദിവസമായിട്ടുള്ള ഇന്നത്തെ ദിവസത്തിന്റെ വാല്യൂ ആണ് നമ്മൾ, വോളിയമാണ് നമ്മൾ നോക്കുന്നത്. 6.1 മില്യൺ ആണ് ഇവിടെ വോളിയം കാണിക്കുന്നത്. 6.1 മില്യൺ. അതിന്റെ അർത്ഥം നമ്മൾ കണ്ടു, ഇതിന്റെ ശരാശരി ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ ശരാശരി വില 700 രൂപയാണ് ഇതിന്റെ വിലയുള്ളത്. അപ്പോൾ 700 രൂപയുള്ള സ്റ്റോക്കിന് 3 മില്യൺ, ശരാശരി 3 അല്ലെങ്കിൽ 2.5 മില്യൺ ആണ് നമുക്ക് വോളിയം വേണ്ടത്. 500 രൂപ വിലയുള്ള സ്റ്റോക്കിന് 3 മില്യൺ ആണ് വോളിയം വേണ്ടത്. ഇവിടെ 6 മില്യൺ ഇന്നത്തെ ദിവസം തന്നെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ജൂലൈ 31-ാം തീയതി ഇവിടെ 18 മില്യൺ വോളിയം നടന്നിട്ടുണ്ട്. 18 മില്യൺ. അപ്പൊ നമുക്ക് ആവറേജ് ഒരു 3 മില്യൺ ഉണ്ടെങ്കിൽ തന്നെ സഫീഷ്യന്റ് ആണ്. 18 മില്യൺ വോളിയം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കാനായിട്ട് ഇതിന്റെ താഴെ നമുക്കൊരു വോളിയം ബാർ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഒരു വോളിയം ബാർ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഹൈ ഉള്ള ഭാഗവും നോക്കരുത്, ഏറ്റവും ലോ കാണിക്കുന്ന ഭാഗവും നോക്കരുത്. ഏറ്റവും ലോ കാണിക്കുന്ന ഭാഗവും നോക്കരുത്. അതിന്റെ ഒരു മീഡിയം ലെവലിലേക്ക് നമ്മൾ ഉള്ള ഒരു വോളിയം ബാറിലേക്ക് നമ്മൾ മൗസ് കൊണ്ടുവയ്ക്കുക. മീഡിയം വോളിയം ബാറിലേക്ക് ഇവിടെ നമുക്ക് 15 മില്യൺ കാണാൻ പറ്റുന്നു. ഈ ഒരു ജൂൺ 24 എന്ന് പറയുന്ന ഡേറ്റിൽ ഒരു 15 മില്യൺ. അതിന്റെ തൊട്ട് മുമ്പ് നോക്കുമ്പോൾ മെയ് മാസം ലാസ്റ്റിൽ ഒരു 14 മില്യൺ. അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ആവറേജിലേക്ക് നോക്കുമ്പോൾ അത് ഏപ്രിൽ 30-ാം തീയതി എന്ന് പറഞ്ഞ റേറ്റിലേക്ക് ഒരു 20 മില്യൺ ഉണ്ട്. അപ്പോൾ ശരാശരി 15 മില്യൺ വോളിയം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 700 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മില്യനോ 2 മില്യനോ 2.5 മില്യനോ ഒക്കെ മതി. പക്ഷേ ഇവിടെ നമുക്കൊരു 15 മില്യണോളം ശരാശരി വോളിയം ഈ ഒരു കമ്പനിയിൽ കാണുന്നുണ്ട്. അപ്പോൾ വോളിയം എന്നുള്ള ക്രൈറ്റീരിയയും ഇത് മീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ശരാശരി 500 രൂപയിലുള്ള ഒരു കമ്പനിയാണ്. ഇനി നമുക്ക് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ഒന്ന് നോക്കാം. ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് 169 രൂപ നിൽക്കുന്നു. 169 രൂപ. അപ്പൊ ശരാശരി 100 രൂപ വരെയുള്ള ഒരു ഷെയറിന് നമ്മൾ 5 മില്യൺ വോളിയം വേണം എന്നാണ് നമ്മൾ കണ്ടത്. 5 മില്യൺ. അപ്പോൾ ഇന്നത്തെ വോളിയം നോക്കുമ്പോൾ പോലും നമുക്കത് 10 മില്യൺ ഉണ്ടെന്ന് കാണാൻ പറ്റും. അതായത് സഫീഷ്യന്റ് വോളിയത്തെക്കാൾ കൂടുതൽ. ഇനി നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കേണ്ടത് ഈ ഒരു ഭാഗത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. ഏറ്റവും ഹൈയും നോക്കരുത്, ഏറ്റവും ലോവും നോക്കരുത്. ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരു ബാർ എടുത്തുകൊണ്ട് അതിനെ നമ്മൾ നോക്കുമ്പോൾ 31 മില്യൺ, ശരാശരി 30 മില്യൺ വോളിയം ഉണ്ട്. അതായത് സഫീഷ്യന്റ് വോളിയത്തിലും 6 ഇരട്ടിയോളം കൂടുതൽ ഈ ഒരു കമ്പനിക്ക് വോളിയം ഉണ്ട്. അതിന്റെ അർത്ഥം അത്രയധികം ആളുകൾക്ക് അതിൽ താല്പര്യമുണ്ടെന്ന് അർത്ഥം. ഇനി നമ്മൾ 1000-1500 കണ്ടു. ഇനി ICICI ബാങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 1500 രൂപയുടെ വില. 100 രൂപയുടെയും 500 രൂപയുടെയൊക്കെ നമ്മൾ കണ്ടു. 1500 രൂപ വില. ഇതിന്റെ ആവറേജ് വോളിയം നമ്മൾ നോക്കുന്നു. ആവറേജ് റേറ്റിലുള്ള ഒരു വോളിയം നമ്മൾ നോക്കുമ്പോൾ അവിടെ 8 മില്യൺ കാണാൻ പറ്റുന്നുണ്ട്. 8 മില്യൺ. ഇവിടെ നമുക്കറിയാം ഈ ശരാശരി 1500 രൂപ വിലയുള്ള സ്റ്റോക്കിന് 1 മില്യന്റെ വോളിയം മതി എന്നർത്ഥം. ഇതുപോലെ 2500 രൂപയാണ് ശരാശരി വിലയെങ്കിൽ 5 ലക്ഷം ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ 5000 രൂപയാണ് ശരാശരി സ്റ്റോക്കിന്റെ വിലയെങ്കിൽ 2 ലക്ഷം വോളിയം ഉണ്ടോ നോക്കണം. ഇങ്ങനെ വോളിയം നല്ല രീതിയിലുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്കും നമുക്ക് ആ കമ്പനികൾ പരിഗണിക്കാം. കാരണം അതിന് ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ആ കമ്പനിയിൽ വിശ്വാസമുണ്ട്. വാങ്ങാനും വിൽക്കാനും ആളുകൾക്ക് താല്പര്യമുണ്ട്. അതിനകത്ത് വോളിയം ഉണ്ട്. നമുക്ക് ലിക്വിഡിറ്റി, വാങ്ങൽ വിൽക്കലുകൾ വളരെ ഈസി ആയിട്ട് നടക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡുകളിൽ, സ്ട്രാറ്റജികളിൽ 2 കാര്യമാണ് കണ്ടത്. ഒന്നാമത്തത് ആ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടോ, പ്രൈസ്
നൈസ് ഗ്രോത്ത് ആയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം കൊണ്ടും 5 വർഷം കൊണ്ടും 10 വർഷം കൊണ്ടും 15 വർഷം കൊണ്ടും അത് ഏകദേശം നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഇൻഡെക്സിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഗ്രോത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. രണ്ടാമത്തത് ആ കമ്പനിക്ക് വോളിയം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. വോളിയം സഫീഷ്യന്റ് വോളിയം ഉണ്ടെങ്കിൽ ആ കമ്പനി നമുക്കും വിശ്വസിക്കാം. വാങ്ങാനും വിൽക്കാനും ആളുകളുണ്ട്. നമുക്ക് വലിയ രീതിയിൽ പെട്ടെന്ന് വിറ്റൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ വാങ്ങാനും വിൽക്കാനും സാധിക്കും എന്നർത്ഥം. മൂന്നാമത് ഒരു കമ്പനി ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ബാഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്താൽ അതേ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ബാഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, വളരെ ഫാസ്റ്റ് ആയിട്ട് ആ കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ മുകളിലേക്ക് കയറുന്നുണ്ടാവും. അതിനേക്കാൾ സ്പീഡിൽ അത്ര തന്നെ ദൂരം താഴേക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് 100 രൂപയിൽ നിന്നും 800 രൂപ വരെയൊക്കെ പെട്ടെന്ന്, അല്ലെങ്കിൽ 500 രൂപ വരെയൊക്കെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ആ സ്റ്റോക്കിന്റെ വാല്യൂ കയറുന്നുണ്ടാവും. അതുപോലെ തന്നെ തിരിച്ച് 100ലേക്കോ 50ലേക്കോ 150ലേക്കൊക്കെ തിരിച്ചു വരുന്നുണ്ടാവും. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള പ്രക്രിയ വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് കയറുന്നു, അതുപോലെ താഴേക്ക് വരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രക്രിയ പല തവണ റിപ്പീറ്റ് ചെയ്താൽ, 1-2 പ്രാവശ്യമല്ല അതിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്താൽ അതിനെ ബാഡ് ഹിസ്റ്ററി എന്ന് പറയുന്നു. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പൊതുവെ ലോക മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റിലും 2008, അതുപോലെ തന്നെ 2018, അതുപോലെ തന്നെ 2020 ഈ കാലഘട്ടത്തിൽ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ക്രാഷ് നടന്നിട്ടുള്ളതാണ് വേൾഡ് മാർക്കറ്റിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും. അതായത് 2008 നമുക്കറിയാം ലോകം മുഴുവൻ ഒരു ഫിനാൻഷ്യൽ ഒരു ക്രൈസിസ് നടന്നിട്ടുണ്ട്. അതുപോലെ 2018 അതുപോലെ നടന്നിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും 2018 നടന്നിട്ടുണ്ട്. 2020 കോവിഡ് ലോകത്തെ മുഴുവൻ പിടിച്ചുലുക്കിയ സമയത്തും സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 വർഷത്തിൽ വരുന്നതിനെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒന്നോ പല തവണ ഇതുപോലെ ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിനെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പൊ നേരത്തെ കണ്ട പോലെ തന്നെ ഈ 2-3 കാര്യങ്ങൾ നമുക്ക് ICICI ബാങ്കിലേക്ക് നോക്കുന്നു. ഈ വോളിയം നമുക്കറിയാം, നല്ല വോളിയം ഉള്ള ഒരു കമ്പനിയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ICICI ബാങ്കിന്റെ ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ 2008 കാലഘട്ടത്തിൽ ഒന്ന് സംഭവിച്ചു. അതിനുശേഷം 2016 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചു. അതിനുശേഷം കോവിഡ്. ഇതിന് ബാഡ് ഹിസ്റ്ററി ആയിട്ട് കണക്കാക്കരുത്. ഇത് ഫിനാൻഷ്യൽ സെക്ടറിൽ എല്ലായിടത്തും സംഭവിച്ചാണ്. അതല്ലാതെ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനി, ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം നല്ല ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. അപ്പോൾ ഇത് ബാഡ് ഹിസ്റ്ററി ആയിട്ട് പരിഗണിച്ചില്ലെങ്കിൽ ഇത് ബാക്കി എല്ലാം കൊണ്ടും നമ്മൾ വോളിയം കണ്ടതാണ്, ഗ്രോത്ത് ഉണ്ടെന്ന് കണ്ടതാണ്, ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസിലേക്ക് പോകാം. നമ്മുടെ മുത്തൂറ്റ് ഫിനാൻസ് എന്ന കമ്പനിയിലേക്ക് നോക്കാം. ഇതിന്റെ മാക്സിമം ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇത് നമുക്കറിയാം ആ 2020 കാലഘട്ടത്തിൽ ആ കോവിഡിന്റെ സമയത്ത് മാത്രമാണ് ഒന്ന് താഴത്തേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം അതല്ലാതെ ഇതും ആ ഒരു വലിയ രീതിയിലുള്ള ഒരു ക്രാഷ്, അതല്ലെങ്കിൽ മാർക്കറ്റിൽ പക്ക നെഗറ്റീവ് ആയിട്ടുള്ളത് കാര്യമായിട്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കേസുണ്ട്. ഇത് ഏകദേശം ആ 991-92 കാലഘട്ടത്തിൽ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം 99 കാലഘട്ടത്തിലേക്ക് വീണ്ടും ഒന്ന് ഇതുപോലെ തന്നെ ഹിസ്റ്ററി സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം 2001 കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം 2008 കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചത്. അതിനുശേഷം ഏകദേശം 2018 കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ഇതിന് ബാഡ് ഹിസ്റ്ററി കുറച്ചധികം സമയം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ബാഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിനെയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു, അത്ര തന്നെ താഴേക്ക് ഇറങ്ങുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു, അത്ര തന്നെ താഴേക്ക് ഇറങ്ങുന്നു. ഏകദേശം വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു, അത്ര തന്നെ താഴേക്ക് ഇറങ്ങുന്നു. ഇതിനൊക്കെയാണ് ബാഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികൾ നമ്മൾ ലോങ് ടൈമിലേക്ക് കാര്യമായിട്ട് പരിഗണിക്കരുത്. ഇനി നമുക്കറിയാവുന്നതാണ് ഇതിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനിയുടെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് വലിയ ഗ്രോത്ത് തന്നിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇത് നമ്മൾ ആ കണ്ട ഒരു 2018 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ 2016 കാലഘട്ടത്തിൽ ഒരിടത്ത് മാത്രമേ ക്രാഷ് ഉള്ളൂ. ബാക്കിയെല്ലാം ആ കോവിഡിന്റെ സമയത്ത് 2018 സമയത്തും സംഭവിച്ചാണ്. ബാക്കി ആ ഒരു ക്രാഷ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ബാഡ് ഹിസ്റ്ററി ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബാഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും, വലിയ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത്ര തന്നെ താഴേക്ക് വരികയും ചെയ്യുന്നു. ഇത് ഒന്നിലധികം തവണ പലയാവർത്തി റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ബാഡ് ഹിസ്റ്ററി ആവുന്നത്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം മറ്റൊരു സ്റ്റോക്കിന്റെ ചാർട്ടിലൂടെ കാണിച്ചാലും DCW എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. DCW എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും.
അതായത് ഇവിടെ വലിയ രീതിയിൽ മുകളിലേക്ക് കയറി, അത്ര തന്നെ താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് കയറുന്നു. ഇത് പല ആവർത്തി റിപ്പീറ്റ് ചെയ്യുന്നു, 1-2 തവണയല്ല, പല ആവർത്തി റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എപ്പോഴും ബാഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ ബാഡ് ഹിസ്റ്ററി ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാം. അതായത് ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നു. തിരിച്ചു കയറുമ്പോൾ ട്രെൻഡ് പോസിറ്റീവ് ആണെന്ന് കാണുമ്പോൾ നമ്മൾ വാങ്ങുന്നു, ട്രെൻഡ് തിരിച്ചിറങ്ങുമ്പോൾ ട്രെൻഡ് റിവേഴ്സ് ആയി കഴിയുമ്പോൾ വിറ്റ് ഒഴിവാക്കുന്നു. ഈ രീതിയിലേക്ക് ഷോർട്ട് ടൈം ട്രേഡുകൾക്കും സ്വിംഗ് ട്രേഡുകൾക്കും ഇത്തരം കമ്പനികൾ ഉപയോഗിക്കാം. അതല്ലാതെ ലോങ് ടൈമിലേക്ക് ഇത്തരം കമ്പനികൾ പരിഗണിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ഗ്രോത്ത് ഉള്ള കമ്പനികളാണ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് കണ്ടു. വോളിയം ഉള്ള കമ്പനികളാണ് പരിഗണിക്കേണ്ടത് കണ്ടു. മൂന്നാമത്തത്, ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത കമ്പനികളാണ് ലോങ് ടൈമിലേക്കൊക്കെ പരിഗണിക്കേണ്ടതെന്ന് കണ്ടു. നാലാമത്തത്, പോസിറ്റീവ് ട്രെൻഡിലാണോ നെഗറ്റീവ് ട്രെൻഡിലാണോ എന്ന് കണ്ടെത്തുക. ഒരു കമ്പനി ഇപ്പൊ പോസിറ്റീവ് ട്രെൻഡിലാണെങ്കിൽ നമുക്ക് അല്പം ലോസിലാണെങ്കിൽ പോലും അത് നമുക്ക് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് തിരിച്ചു കയറി വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്ന കമ്പനികൾ സ്വന്തം കമ്പനിയാണെങ്കിൽ പോലും കൈവശം വെക്കരുത്, വിറ്റ് ഒഴിവാക്കുന്നതാണ് ഒരു പ്രൊഫഷണലിന്റെ ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കുക. കാരണം ഒരു കമ്പനിയോടും നമുക്ക് പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റോ ഡിറ്റാച്ച്മെന്റോ വേണ്ട എന്ന് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു പരിഗണനയും കൊടുക്കണ്ട. നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ക്യാപിറ്റൽ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പരീക്ഷിക്കേണ്ടതും നമ്മൾ ശ്രമിക്കേണ്ടതും. അതല്ലാതെ ഇന്ന കമ്പനിയുടെ ഷെയറുകൾ ഇത്ര കാലം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് ഇന്ന കമ്പനിയിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് എനിക്ക് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ലോസ് വന്നപ്പോൾ ആ കമ്പനി ഞാൻ എക്സിറ്റ് ചെയ്തു, എനിക്കൊരു കമ്പനിയോടും പ്രത്യേകിച്ച് മമതയില്ല, ഒരു കമ്പനിയോടും പ്രത്യേകിച്ച് വൈരാഗ്യവുമില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ക്യാപിറ്റൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യണം എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നാലാമത്തത് പോസിറ്റീവ് ട്രെൻഡ്, നെഗറ്റീവ് ട്രെൻഡ്. ഇതെങ്ങനെ കണ്ടെത്താൻ നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു സ്റ്റോക്കിന്റെ നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ, അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാ കമ്പനികളുടെ ചാർട്ടുകളും അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ അതിന്റെ പ്രൈസ് മൂവ്മെന്റും കയറ്റിറക്കങ്ങളിലൂടെ മാത്രമേ, അതായത് കയറ്റിറക്കങ്ങളിലൂടെ മാത്രമേ മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും ഒരു സൈഡിലേക്കാണെങ്കിലും മൂവ് ചെയ്യുള്ളൂ. ഒരു നേർരേഖ പോലെ മുകളിലേക്കോ സൈഡിലേക്കോ താഴേക്കോ ഒരു സ്റ്റോക്കിന്റെ വിലയും വരാൻ സാധ്യത കുറവാണ്. അത് എപ്പോഴും ഒരു കയറ്റിറക്കങ്ങളിലൂടെ മാത്രമേ സംഭവിക്കൂ. ഈ കയറ്റിറക്കങ്ങളാണ് നമ്മൾ പോസിറ്റീവ് ട്രെൻഡ് കാണിച്ചു തരുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ മുകളിലേക്കുള്ള ഒരു ട്രെൻഡാണ്, ഒരു മൂവ്മെന്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് മാർക്കറ്റിൽ എപ്പോഴും ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് ഒരു തിരിച്ചുകയറ്റം ഉണ്ടാവും, ഒരു അപ് ട്രെൻഡിന് അവസാനം ഒരു കറക്ഷൻ ഉണ്ടാവും, വീണ്ടും ആ കറക്ഷൻ കഴിഞ്ഞിട്ട് ഒരു തിരിച്ചുകയറ്റം ഉണ്ടാവും, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒന്ന് കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് താഴേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കയറ്റങ്ങളിൽ പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിനെ നമ്മൾ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ നോക്കുന്നത്, നമ്മൾ സ്വിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. സ്വിംഗ് ആ വാക്കിന്റെ അർത്ഥം, സ്വിംഗ് ട്രേഡിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്വിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ഒരു ചാഞ്ചാട്ടം, ഊഞ്ഞാലാട്ടം എന്നുള്ള പറയുന്നത് പോലെയാണ് സംഭവം സ്വിംഗ്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ പാറ്റേണിൽ, ചാർട്ട് പാറ്റേണിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓരോ സ്വിങ്ങും, അതായത് മാർക്കറ്റ് മുകളിൽ നിന്നും താഴേക്ക് വന്ന് തിരിച്ചു കയറുമ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ആരംഭിക്കുന്നു. അവിടെ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു സ്വിംഗ് ആരംഭിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്തൊരു സ്വിംഗ് ആരംഭിക്കുന്നുണ്ടാവും, താഴേക്കുള്ള സ്വിംഗ്. അപ്പോൾ ഈ താഴെ മാർക്കറ്റിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മുകളിലേക്കുള്ള മൂവ്മെന്റിലും താഴേക്കുള്ള മൂവ്മെന്റിലും ഒരു സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, സ്വിംഗ് ഹൈ. ഇങ്ങനെ ഓരോ കയറ്റം അവസാനിക്കുമ്പോഴും ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യും, ഓരോ ഇറക്കം അവസാനിക്കുമ്പോൾ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും ബേസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് ട്രെൻഡ് നെഗറ്റീവ് ട്രെൻഡ് കണ്ടുപിടിക്കുന്നത്. അതായത് മുകളിലേക്കുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ സാധാരണയായിട്ട് പോസിറ്റീവ് ട്രെൻഡ് എന്ന് കാണുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് തൊട്ടു മുമ്പത്തെ സ്വിംഗ് ലോകൾ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു പോസിറ്റീവ് ട്രെൻഡാണ് മാർക്കറ്റ് കാണിക്കുന്നത്. സ്വിംഗ് ലോകൾ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എന്ന് പറയുമ്പോൾ മാർക്കറ്റ് താഴെ വന്നു ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, അവിടെ സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്ത ഒരു കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് താഴേക്ക് വരുന്നു, അവിടെ വീണ്ടും അടുത്തൊരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ആദ്യത്തെ സ്വിംഗ് ലോയുടെ താഴേക്ക് അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ തൊട്ട് മുകളിലുള്ള സ്വിംഗ് ലോക്ക് സാധിക്കുന്നില്ല. അതിന് മുമ്പേ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറുന്നു. വീണ്ടും നമുക്കറിയാം ഇവിടെ അടുത്തൊരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് വീണ്ടും കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോ
തൊട്ട് മുമ്പത്തെ സ്വിംഗ് ലോനെ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ പോകുന്നു. ഇങ്ങനെ ഓരോ സ്വിംഗ് ലോയും തൊട്ട് മുമ്പത്തെ സ്വിംഗ് ലോകളെ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് പോകുന്നതിനെയാണ് പോസിറ്റീവ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, സ്വിംഗ് ലോകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല പോസിറ്റീവ് ട്രെൻഡിൽ. പോസിറ്റീവ് ട്രെൻഡിൽ സ്വിംഗ് ലോകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല. എപ്പോഴാണോ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ആ സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നു. എപ്പോഴാണോ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു സ്റ്റോക്കിന്റെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നു. അത് എക്സാമ്പിൾ, ഇവിടെ മാർക്കറ്റ് കഴിഞ്ഞു, തിരിച്ചിറങ്ങി, വീണ്ടും കയറുന്നു. അപ്പൊ നമ്മൾ നോക്കുന്നു, തൊട്ട് മുമ്പത്തെ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തില്ല, വീണ്ടും കഴിഞ്ഞു, തിരിച്ചു കയറുന്നു, തീർന്നു. ഇവിടെ വെച്ചിട്ട് എക്സാമ്പിൾ മാത്രമാണ്, ഇവിടെ വെച്ചിട്ട് ഇതിന്റെ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ സ്റ്റോക്കിന്റെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുമായിരുന്നു. ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ സ്റ്റോക്കിന്റെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം മാർക്കറ്റ് മുകളിലേക്ക് പോയി വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇവിടെയാണ് ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ഈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കമ്പനി മുകളിലേക്ക് കയറുന്നുണ്ടോ, ഞാൻ ഇവിടെ വെച്ചാണ് വാങ്ങിയത്, ഇത്രയും ദൂരം ഹൈ മുകളിലേക്ക് കയറിയതിനു ശേഷമാണ് ഞാൻ വാങ്ങിയത് സങ്കല്പിക്കുക. ഞാൻ വാങ്ങിയതിന് ശേഷം സാധാരണ എല്ലാവരും പറയാറുള്ളത് പോലെ തന്നെ ആ സ്റ്റോക്കിന്റെ വില താഴേക്ക് ഇറങ്ങി. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, വിറ്റ് ഒഴിവാക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇതൊരു പോസിറ്റീവ് ട്രെൻഡ് ആണോ, തൊട്ട് മുമ്പത്തെ സ്വിംഗ് ലോകൾ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ മുകളിലേക്ക് കയറുന്നതാണോ. നമുക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് തിരിച്ചു കയറുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വാങ്ങാം, അതല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കാം. വീണ്ടും ഓരോ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യാതെ തിരിച്ച് മുകളിലേക്ക് പോകുന്നിടത്തോളം കാലം അതൊരു പോസിറ്റീവ് ട്രെൻഡില്ല. എന്നാൽ നേരത്തെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവിടെ വെച്ചാണ് അത് വാങ്ങി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് താഴേക്ക് വരുന്നു, സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തു എന്ന് കണ്ടാൽ ആ കമ്പനി എക്സിറ്റ് ചെയ്ത് മാറിക്കൂടാ. നമുക്കൊരു കാരണവശാലും അത് ഹോൾഡ് ചെയ്യരുത്. പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി ഒരു കാരണവശാലും നമ്മൾ ഹോൾഡ് ചെയ്ത് ലോസിലാണെങ്കിൽ പോലും എക്സിറ്റ് ചെയ്ത് ക്യാപിറ്റൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് ട്രെൻഡുള്ള കമ്പനികളൊപ്പം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്ററായി നമ്മൾ ചെയ്യേണ്ടത്. പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ചാൽ അത് നമ്മളുടെ കൈവശത്ത് നിന്ന് മാറ്റുക. പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നത് പറയാം, എപ്പോഴാണോ സ്വിംഗ് ലോ അഥവാ താഴ്ന്ന് മുകളിലേക്ക് കയറുന്ന യു ടേൺ ബ്രേക്ക് ചെയ്യുന്നത് ആ നിമിഷം അതിന്റെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നു. പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ചു എന്ന് കരുതി ഒരിക്കലും അത് നെഗറ്റീവ് ട്രെൻഡ് ആകുന്നില്ല. നെഗറ്റീവ് ട്രെൻഡ് ആകുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഒരു കമ്പനിയുടെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ചതിന് ശേഷം, ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്നില്ല, മുകളിലേക്ക് കയറുന്നു, വീണ്ടും മാർക്കറ്റ് കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നു, സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്നില്ല, ഇവിടെ വെച്ച് സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ വെച്ച് അതിന്റെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ചു. പക്ഷേ പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ച് നെഗറ്റീവ് ട്രെൻഡ് തുടങ്ങുന്നത് കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ, തൊട്ട് മുമ്പത്തെ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലേ, അപ്പോൾ മാത്രമാണ് നെഗറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നത്. ഇങ്ങനെ ഓരോ കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോഴും തൊട്ട് മുമ്പത്തെ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് ട്രെൻഡ് എന്നുള്ളത് നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറും. അതായത് തൊട്ട് മുമ്പത്തെ സ്വിംഗ് ഹൈ എന്ന് പറയുന്ന സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ താഴേക്ക് വരുന്ന ട്രെൻഡിനെയാണ് നെഗറ്റീവ് ട്രെൻഡ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ട്രെൻഡിലുള്ള ഒരു കമ്പനിയും നമ്മുടെ കൈവശം ഉണ്ടാകരുത്. നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ റിട്ടേൺ ചെന്ന കമ്പനിയാണെങ്കിലും എക്സിറ്റ് ചെയ്ത് മാറുക. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 560 രൂപയില് ഇത് പോസിറ്റീവായി കിടന്നാണ്. ഇതിന്റെ വില ഇവിടെ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുക 280 എത്തി, അതായത് ഏകദേശം പകുതിയോളം 50% ഡിസ്കൗണ്ടിൽ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടുന്ന് വാങ്ങരുത്. ഈ കമ്പനി വാങ്ങാനുള്ള സമയമാവുന്നില്ല. അതാവണമെങ്കിൽ എപ്പോഴാണോ തിരിച്ച് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നത്, അതായത് എപ്പോഴാണോ തൊട്ട് മുമ്പത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറുന്നത്, തൊട്ട് മുമ്പത്തെ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അത് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും, അതായത് ഇത്ര പ്രൈസിൽ കിടന്ന സ്റ്റോക്ക് ഇത്ര പ്രൈസിൽ എത്തിയല്ലോ ഇപ്പൊ വാങ്ങാമെന്നല്ല, എപ്പോഴാണോ നെഗറ്റീവ് ട്രെൻഡ് അവസാനിച്ച് ഇവിടെ നമുക്ക് കാണാൻ പറ്റും തൊട്ട് മുമ്പത്തെ ഒറ്റ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല, മാർക്കറ്റ് താഴേക്ക്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മാത്രം, ഇത് ഇവിടുന്ന് തിരിച്ചു കയറിയപ്പോൾ മാത്രം ഇവിടുന്ന് ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കയറി. പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ സ്റ്റോക്ക് പരിഗണിക്കാവൂ. ഇതിന്റെ ബെനിഫിറ്റ്, ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇത് കണക്കൂട്ടാനുള്ള എളുപ്പത്തിലേക്ക് വേണ്ടി പറയുന്നതാണ്. ഈ മാർക്കറ്റ് ഈ മുകളിലേക്കുള്ള കയറ്റം കഴിഞ്ഞപ്പോൾ ഏകദേശം 550 രൂപ വെച്ചിട്ട് ഈ വലിയൊരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടതിന് ശേഷം, നമ്മൾ പോസിറ്റീവ് ട്രെൻഡ് കണ്ടതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ഏകദേശം 550 രൂപ വിലയ്ക്ക് ഞാൻ ഇതിന്റെ 100 ഷെയർ വാങ്ങിയെന്ന് സങ്കല്പിക്കുക.
അപ്പോൾ ഇതിന് എനിക്ക് ക്യാപിറ്റൽ 55,000 രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടി വന്നു. 55,000 രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടി വന്നു. ഇത് ഞാൻ സിസ്റ്റം ഫോളോ ചെയ്യാത്ത ഒരാളാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന സിസ്റ്റം ഫോളോ ചെയ്ത ഒരാളാണെങ്കിൽ ഇത് ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ ഷെയർ ആണ്, അതിന്റെ ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പൊ ടാറ്റ മോട്ടോഴ്സ് നമുക്കറിയാം ഇന്ത്യയിലെ വൻകിട വാഹന നിർമ്മാതാക്കളിൽ ഒരാളാണ്, വലിയ കമ്പനിയാണ്. ടാറ്റ എന്ന് പറയുന്ന വൻ ബിസിനസ് ഗ്രൂപ്പിന്റെ താഴെയുള്ള കമ്പനിയാണ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇവിടെ വെച്ച് നാളെ അടുത്ത ദിവസങ്ങളിൽ അടുത്ത മാസങ്ങളിൽ ഇതിന്റെ പ്രൈസ് മൂവ്മെന്റ് എങ്ങോട്ടാണെന്ന് ആർക്കും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊക്കെ പ്രതീക്ഷിക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം, ഇന്ന സ്ഥലം വരെ പോകും, ഇന്ന സ്ഥലം വരെ താഴേക്ക് വരുന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന ചാർട്ട്. കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, എത്ര ദൂരം പോകും എന്ന് നമുക്ക് അത് തിരിച്ച് കയറി പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ചിന്തിക്കുക, 550 രൂപയ്ക്ക് 100 ഷെയർ 55,000 രൂപ ക്യാപിറ്റൽ മുടക്കിക്കൊണ്ട് ഞാൻ വാങ്ങി. ഇത് സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇത് 550 താഴേക്ക് വന്ന് മാർക്കറ്റ് താഴേക്ക് വന്ന് ഏകദേശം ഒരു 400 രൂപ എത്തിയും സങ്കല്പിക്കാം. 150 രൂപയാണ് ലോസ് വന്നത്. ഏകദേശം നമുക്കറിയാൻ പറ്റും 550 150 എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം ഒരു 15% നമുക്ക് ലോസ്, ഏകദേശം കൃത്യമല്ല, ഒരു അത്രയും ലോസ് വരും. അത്രയും ലോസ് വരുമ്പോൾ പലരും ചിന്തിക്കും, ഞാനിപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്താൽ ഇത്രയും ലോസ് എനിക്ക് സംഭവിക്കും, അപ്പൊ എക്സിറ്റ് ചെയ്യാതെ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. ഈ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ക്ഷമ എപ്പോഴും ഗുണം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുക. പക്ഷേ ഈ എമൗണ്ട് താഴെ വന്ന് താഴെ വന്ന് താഴെ വന്ന് താഴെ വന്ന് ഇങ്ങനെ താഴേക്ക് വന്നു, ഏകദേശം 80 രൂപയുടെ അടുത്ത് നിൽക്കുന്നു. ഏകദേശം 80 രൂപയുടെ, അതായത് 550 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ ആണ് 80 രൂപയിലേക്ക് എത്തുന്നു. ക്ഷമയോടെ കാത്തിരുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇത് തിരിച്ച് അതേ 550 രൂപയിലേക്ക് തന്നെ ഇതിന്റെ പ്രൈസ് പിന്നീട് കയറി വരുന്നുണ്ട്. ഒരു നഷ്ടമില്ല, ലാഭമില്ല, നഷ്ടമില്ലാത്ത അവസ്ഥ. ക്ഷമയോടെ കാത്തിരുന്ന കാരണം ഇവിടുന്ന് വിറ്റ ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന 15,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ നഷ്ടം ഒഴിവായി കിട്ടി. ഇനി അപ്പൊ നോക്കുക, നഷ്ടമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഇനി മറ്റൊരു സാഹചര്യം, മറ്റൊരു വ്യക്തിയുടെ കഥ നോക്കുക. ഇതേ 550 രൂപ പ്രൈസിൽ വെച്ചിട്ട് ഇത് 100 ക്വാണ്ടിറ്റി ഷെയർ വാങ്ങുന്നു, അവിടെ 55,000 രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു. സെയിം സാഹചര്യം. പക്ഷെ അവിടെ ഒരു സിസ്റ്റം, ഡിസിപ്ലിനോട് കൂടി ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നു. അദ്ദേഹം കണ്ടപ്പോൾ 500 രൂപയിൽ ഇതിന്റെ പ്രൈസ് നെഗറ്റീവായി, അല്ലെങ്കിൽ ട്രെൻഡ് നെഗറ്റീവിലേക്ക് കടന്നു. ട്രെൻഡ് നെഗറ്റീവിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം ഓർത്തു, ഇതിന്റെ 5,000 രൂപ നഷ്ടം സംഭവിച്ചാലും ശരി, ബാക്കി 50,000 രൂപ ക്യാപിറ്റൽ റിലീസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ ഷെയറുകൾ 100 ഷെയറുകൾ ഏകദേശം 50 രൂപ നഷ്ടത്തിൽ വിറ്റൊഴിവാക്കുന്നു. എന്നിട്ട് ഇതേ ക്യാപിറ്റൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു. ഇത് തിരിച്ച് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുമ്പോൾ, എക്സാമ്പിൾ മാത്രമാണ്, തിരിച്ച് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുമ്പോൾ ഇത് വീണ്ടും വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് അദ്ദേഹം നോക്കുന്നു, ഏകദേശം 400-450 എത്തുമ്പോൾ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തൊട്ടുമ്പത്തെ ഹൈ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നില്ല എന്ന് മനസ്സിലായി വീണ്ടും വെയിറ്റ് ചെയ്യാണ്. തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു. അത് ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 240 എത്തിയപ്പോൾ തിരിച്ചു കയറാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നു. പക്ഷെ മനസ്സിലാവുന്നത് തൊട്ടുമ്പത്തെ ഹൈ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നത് വെയിറ്റ് ചെയ്യുന്നു. വീണ്ടും താഴേക്ക് വരുന്നു. ഏകദേശം 200 എത്തുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു. ഏകദേശം 250 ബ്രേക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാർക്കറ്റ് വീണ്ടും നെഗറ്റീവിലേക്ക് വരുന്നു മനസ്സിലായത് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇവിടെ വെച്ച് 200 എന്നുള്ള പ്രൈസ് ബ്രേക്ക് ചെയ്തപ്പോൾ അദ്ദേഹം മനസ്സിലാവുന്നത് തൊട്ട് മുമ്പത്തെ സ്വിംഗ് ഹൈ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ട്രെൻഡ് അവസാനിച്ച് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു എന്ന് മനസ്സിലാക്കി. ഇതേ 50,000 രൂപയ്ക്ക് അദ്ദേഹം ഈ ഷെയറുകൾ വാങ്ങുന്നു. അതായത് 200 രൂപയാണ് ഇപ്പൊ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ഉള്ളത്. 200 രൂപയ്ക്ക് 50,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ എത്ര ഷെയറുകൾ കിട്ടും നമുക്ക് നോക്കാം. 250 ഷെയറുകൾ അദ്ദേഹത്തിന് വാങ്ങാൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ആളുടെ കയ്യിൽ 100 ഷെയർ അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഇത് തിരിച്ച് നേരത്തെ കണ്ട അതേ സാഹചര്യം 550ലേക്ക് ഇത് കയറി. അതായത് 350 രൂപ ഒരു ഷെയറിന്റെ പുറത്ത് അദ്ദേഹത്തിന് ലാഭം കിട്ടിയിട്ടുണ്ട്. 250 ക്വാണ്ടിറ്റി ഷെയറുകൾ വലിയ പ്രോഫിറ്റിലേക്ക് എത്തും. എപ്പോഴും സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ഷമയേക്കാൾ ഉപരി സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി മാർക്കറ്റിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ റിട്ടേൺ ഗ്രോത്ത് ഉണ്ടാക്കി തരാൻ സ്റ്റോക്ക് മാർക്കറ്റിന് കഴിയും. അപ്പോൾ പോസിറ്റീവ് ട്രെൻഡിലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ച് നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്ന ഒരു കമ്പനിയും നമ്മൾ കൈവശം വെക്കരുത്, എക്സിറ്റ് ചെയ്ത് മാറിക്കോളുക. പിന്നീട് അതേ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ അത് ആ കമ്പനി പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നമുക്ക് ബൈ എടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കി തരാൻ പറ്റും നമുക്കിവിടെ. അതിന് മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കുന്നു. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു കമ്പനിയാണ് ആർകോം എന്ന് പറയുന്ന, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ആർകോം എന്ന് പറയുന്ന കമ്പനി. ഇപ്പോൾ അതിന്റെ മാർക്കറ്റ് ഷെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ₹1.42 അതിന്റെ ഷെയറിന്റെ ഇപ്പോഴത്തെ വാല്യൂ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന്, എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ട്രെൻഡ് നെഗറ്റീവ് ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണം നമുക്കറിയാം, ഇത് ആർകോം എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം
ഒരു കാലത്ത് ഇന്ത്യയിൽ വിപ്ലവം ചരിത്രം സൃഷ്ടിച്ച ഒരു കമ്പനിയാണ്. കാരണം ടെലിഫോൺ അത്ര സാധാരണമല്ലാത്ത ഇരുന്ന ഒരു കാലഘട്ടത്തിൽ 501 രൂപയ്ക്ക് ഒരു ഫോണും കണക്ഷൻ ഉൾപ്പെടെ ഒരു ഫോൺ കൊടുത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങളെയും ടെലിഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ച കമ്പനിയാണ്. നമുക്കറിയാം അന്ന് മറ്റേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ BSNL, ഇപ്പോഴത്തെ BSNL അല്ല, അന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്പനി സാധാരണക്കാരെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് സത്യം തന്നെയാണ്. വെറും 501 രൂപ കൊടുത്തുകൊണ്ട് ഫോണും കണക്ഷനും ഉൾപ്പെടെ അവർ തന്നു, എല്ലാവരും ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. ചിന്തിക്കുക, മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ് പോലെ തന്നെ റിലയൻസ് എന്ന് പറയുന്ന വൻ ഗ്രൂപ്പിന്റെ കീഴിലുള്ള കമ്പനിയാണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെ വില വലിയ രീതിയിൽ മുകളിലേക്ക് പോകുന്നത് 2006, 2007, 2008 കാലഘട്ടമാണ്. നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുക, 2008 ഒക്കെ തുടക്കത്തിലൊന്നും ഒരു മനുഷ്യൻ പോലും ചിന്തിച്ചിട്ടില്ല ലോകത്തൊരു ക്രൈസിസ് വരാൻ പോകുന്നുള്ളൂ. അതൊന്നും നമുക്കറിയില്ല, സാധാരണക്കാർക്ക് അറിയില്ല. അവിടെ നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മളുടെ മുമ്പിലുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നു, കറക്ഷൻ വരുന്നു, തിരിച്ചു കയറുന്നു, ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും കയറുന്നു, കറക്ഷൻ വരുന്നു, തിരിച്ചു കയറുന്നു, തൊട്ടും വരെ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല, മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് വരുന്നത്. ഇത് എവിടെ വെച്ചും ഈ ഒരു ഷെയർ വാങ്ങിയെന്ന് സങ്കല്പിക്കുക. കാരണം ഇത് ലിസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഇതിന്റെ വില ഏകദേശം 250 രൂപ റേഞ്ചിലാണ് വില ഉണ്ടായിരുന്നത്. ഈ 250, 300, 400, 500, 600 എവിടെ വെച്ചാണെങ്കിലും ഈ ഒരു ഷെയർ കുറച്ച് വാങ്ങിയെന്ന് സങ്കല്പിക്കുക. മാർക്കറ്റ് വില മുകളിലേക്ക് പോകുന്നു. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 650 രൂപ റേഞ്ചിൽ വെച്ചിട്ട് ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് അഥവാ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നു. ഏകദേശം 650 രൂപ പ്രൈസിൽ വെച്ചിട്ട് ഈ സ്റ്റോക്കിന്റെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ നോക്കുന്നു, മാർക്കറ്റ് താഴേക്ക് വരുന്നു, തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു, തൊട്ടു മുമ്പത്തെ ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല, കറക്ഷൻ വരുന്നു, തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു, തൊട്ടുമുമ്പത്തെ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും വരുന്നു, ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം 650 രൂപയിൽ ഇതിന്റെ ട്രെൻഡ് പോസിറ്റീവ് ട്രെൻഡിൽ നിന്നും അവസാനിച്ചതാണ്, നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്നാണ്. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടു 1 രൂപ 42 പൈസ, 1 രൂപ 50 പൈസയാണ് അതിന്റെ വില. ഇതിനിടയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യങ്ങളുണ്ട്. എക്സാമ്പിൾ മാത്രമാണ്, മാർക്കറ്റ് താഴേക്ക് വരുന്നു. ഈ ഭാഗത്ത് വെച്ചിട്ട് ഏകദേശം 90 രൂപ പ്രൈസിൽ വെച്ചിട്ട് ഇത് വീണ്ടും പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നുണ്ട്. തൊട്ടുമ്പത്തെ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തു, 90 രൂപ പ്രൈസിൽ നിന്നും ഇത് വീണ്ടും പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നു. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, താഴെ വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും പോസിറ്റീവ് മുകളിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ വെച്ച് ഏകദേശം 108 രൂപ റേഞ്ചിൽ വെച്ചിട്ട് ഇതിന്റെ പോസിറ്റീവ് ട്രെൻഡ് വീണ്ടും അവസാനിക്കുന്നു. അതായത് 90 രൂപയിൽ പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു, വീണ്ടും 108 പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ചു. അവിടെ വെച്ച് എൻട്രി എടുത്തിരുന്നെങ്കിൽ പോലും തിരിച്ചു വരുമ്പോൾ നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല, മാർക്കറ്റിൽ വീണ്ടും ഒരു ഇതിലേക്ക്. അങ്ങനെ ഇത് പലപ്പോഴും പോസിറ്റീവ് ട്രെൻഡിൽ നിന്നും നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നുണ്ട്, നെഗറ്റീവ് ട്രെൻഡിൽ നിന്നും പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നെഗറ്റീവ് ട്രെൻഡിൽ നിന്നും പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുമ്പോൾ വാങ്ങിയാൽ പോലും തിരിച്ച് നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഒരു സെന്റിമെന്റും ഇല്ലാതെ വിറ്റൊഴിവാക്കാൻ പഠിക്കുന്നവർക്കാണ് പ്രൊഫഷണലിസം വരുന്നത്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചോളം 650 രൂപയിൽ ട്രെൻഡ് റിവേഴ്സായ ഈ കമ്പനി ഒരിക്കലും അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പോസിറ്റീവ് ട്രെൻഡിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ നമുക്ക് വാങ്ങാം, ഹോൾഡ് ചെയ്യാം. നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്നോ വിറ്റൊഴിവാക്കുക. സ്വന്തം കമ്പനിയാണെങ്കിൽ പോലും വിറ്റൊഴിവാക്കുക. പിന്നീട് അത് എപ്പോഴാണോ പോസിറ്റീവ് ട്രെൻഡിലേക്ക് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സാധാരണ എല്ലാവരും കാര്യം പറയുന്നില്ല, ഒട്ടുമിക്കവരും ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജിങ് വേഴ്സസ് പിരമിഡിങ്. ഇത് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്ന ഒരു സാധനമുണ്ട്, ആവറേജിങ്ങും പിരമിഡിങ്ങും. ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം. ആവറേജിങ് എന്നാൽ എക്സാമ്പിൾ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷെയർ അതിന്റെ വില താഴേക്ക് വരുന്നു, ഏകദേശം 80 രൂപയിലേക്ക് എത്തിയെന്ന് സങ്കല്പിക്കുക. 100 രൂപയ്ക്ക് ഞാൻ 100 ക്വാണ്ടിറ്റി ഷെയർ വാങ്ങി എന്ന് സങ്കല്പിക്കുക. ഇതിന്റെ വില 80 രൂപയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് 2000 രൂപ അല്ലെങ്കിൽ 20% എനിക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഈ പ്രൈസിനെ ആവറേജ് ചെയ്യുന്ന രീതിയാണ് ആവറേജിങ് എന്ന് പറയുന്നത്. ബൈയിങ് പ്രൈസിനെ ആവറേജ് ചെയ്യുന്ന രീതിയാണ് ആവറേജിങ് എന്ന് പറയുന്നത്. അതായത് 100 രൂപയിൽ നിന്ന് 80 രൂപയിലേക്ക് എത്തിയപ്പോൾ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ വീണ്ടും 100 ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ അപ്പോൾ അതിന്റെ പ്രൈസ് വാല്യൂ 80 രൂപയാണ്. ആദ്യം 100 രൂപയ്ക്ക് വാങ്ങി 80 രൂപയ്ക്ക് വീണ്ടും 100 വാങ്ങി. അപ്പോൾ രണ്ടും കൂടെ ചേർക്കുമ്പോൾ എന്റെ കയ്യിൽ 200 ക്വാണ്ടിറ്റി ഷെയർ ആയി. അപ്പോൾ പ്രൈസ് വാല്യൂ എന്നുള്ളത് 100 + 80, 180. അതായത് അത് 180നെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 90 രൂപ. അതായത് ഇതിന്റെ ഈ 200 ഷെയറുകളുടെ ആവറേജ് പ്രൈസ് 100 അല്ല 80 അല്ല, അതിനിടയ്ക്കുള്ള 90 എന്ന് പറയുന്ന പ്രൈസാണ് ഈ ഷെയറിന്റെ ആവറേജ് പ്രൈസ് നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100ൽ നിന്നും 80ലേക്ക് ഇറങ്ങിയ ദൂരം വന്ന നഷ്ടം, 100ൽ നിന്നും 80ലേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായ നഷ്ടം കവർ ചെയ്യാനായിട്ട്
തിരിച്ച് 100ലേക്ക് കയറേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കയ്യിൽ ഡബിൾ ഇരട്ടി ക്വാണ്ടിറ്റികളും ഉള്ളതുകൊണ്ട് തന്നെ 90 വരെ തിരിച്ചു കയറി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ആവറേജിങ്ങിന്റെ പ്രത്യേകത. അതായത് വാങ്ങിയതിനു ശേഷം നഷ്ടത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൈസ് താഴേക്ക് വന്ന് അത്രയും ദൂരം തിരിച്ചു കയറേണ്ട അതിന്റെ പകുതി ദൂരം തിരിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇതാണ് ആവറേജിങ് എന്ന് പറയുന്നത്. പിരമിഡിങ് എന്ന് പറയുമ്പോഴേക്കും നേരെ തിരിച്ചാണ്. അത് നമ്മളിപ്പോൾ കാണാം. ഇതേ ടാറ്റ മോട്ടോഴ്സിന്റെ ഇതേ ചാർട്ട് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആവറേജിങ്ങും പിരമിഡിങ്ങും ഇന്ന് നോക്കാം. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് നെഗറ്റീവ് വരുന്നു. ഇവിടുന്ന് ഒരു 100 ഷെയർ വാങ്ങിയെന്ന് സങ്കല്പിക്കുക. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, താഴെ വരുന്നു, മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴെ വരുന്നു. എനിക്ക് വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല, നഷ്ടത്തിലേക്ക് പോകുന്നു. നഷ്ടത്തിൽ നിന്നും തിരിച്ചു കയറുമ്പോൾ ഞാൻ ഇവിടെ 100 ക്വാണ്ടിറ്റി വാങ്ങുന്നത്, വീണ്ടും 100 ക്വാണ്ടിറ്റി വാങ്ങുന്നു. അപ്പൊ എനിക്ക് ഇതിനിടയ്ക്കുള്ള ആവറേജ് പ്രൈസ് ആയി കഴിഞ്ഞു എൻ്റെ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ്. വീണ്ടും കയറുന്നു, ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് വരുന്നില്ല, എൻ്റെ നഷ്ടം കുറയുന്നില്ല, വീണ്ടും താഴേക്ക് വരുന്നു. വീണ്ടും ഞാൻ ഇവിടുന്ന് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നു. കാരണം അപ്പോൾ ഇതിന്റെ ബൈ പ്രൈസ് എന്ന് പറയുന്നത് വീണ്ടും ആവറേജ് അതിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞു. കാരണം എൻ്റെ കയ്യിൽ വീണ്ടും ക്വാണ്ടിറ്റി കൂടുകയാണ്. അപ്പൊ വീണ്ടും മാർക്കറ്റിൽ കയറാൻ ശ്രമിക്കുന്നു, പക്ഷെ എനിക്ക് ലാഭത്തിലേക്ക് വരുന്നില്ല, നഷ്ടത്തിലേക്ക് വരുന്നുള്ളൂ. വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നു, വാങ്ങിക്കൂട്ടുന്നു. അതിന്റെ അർത്ഥം വീണ്ടും ഇതിന്റെ ബൈ പ്രൈസ് താഴേക്ക് വരുന്നു. തിരിച്ചു കയറുമ്പോൾ അത്രയെങ്കിലും കയറിയാൽ എന്റെ നഷ്ടം കുറയും എന്നുള്ള മൈൻഡ് സെറ്റില് വീണ്ടും വീണ്ടും ക്വാണ്ടിറ്റി വാങ്ങുന്നു. ഇവിടെ നോക്കുക, 1, 2, 3, 4 പ്രാവശ്യം ക്വാണ്ടിറ്റി വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നഷ്ടം ഇല്ലാതാക്കണം അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് എത്തണം എന്നുള്ളത്. ഇതൊരിക്കൽ പോലും നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നില്ല. കാരണം തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ബൈങ് പ്രൈസ് ആവറേജ് പ്രൈസിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. വലിയ നഷ്ടത്തിൽ നമ്മൾ നിരാശപ്പെട്ട് വിറ്റൊഴിവാക്കുന്നതാണ് ഒട്ടുമിക്കപ്പോഴും. അതായത് ആവറേജ് ചെയ്യുന്ന ഘട്ടങ്ങളിൽ, ആവറേജ് ചെയ്യുന്ന സാഹചര്യത്തിൽ നോക്കിയാൽ മതി. അവിടെ ഒരു 80-20 പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 80-20 പ്രിൻസിപ്പിൾ, അതായത് 80% ട്രേഡുകളും വലിയ നഷ്ടത്തിലായിരിക്കും അവസാനിച്ചിട്ടുണ്ടാവുക. ബാക്കി 20% ട്രേഡുകൾ മാത്രമേ ലാഭത്തിലോ അല്ലെങ്കിൽ നഷ്ടമില്ലാത്ത അവസ്ഥയിലോ ഉണ്ടാവുള്ളൂ. 80-20 അവിടെ അപ്ലിക്കബിൾ ആയി കാണുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ആവറേജ് നിങ്ങൾ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെ 80% സാഹചര്യത്തിലും അത് നമ്മൾ വലിയ ലോസിലായിരിക്കും അവസാനിച്ചിട്ടുണ്ടാവുക. 20% പ്രോഫിറ്റിലെത്തിയിട്ടുണ്ടാവും. ഇവിടെ മറ്റൊരു കൂട്ടർക്ക് ചിലപ്പോൾ ഇത് സംഭവിക്കായിരിക്കും. അതായത് എത്ര കാലം കഴിഞ്ഞാലും ഞാനിത് വിൽക്കുന്നില്ല എന്ന് കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ അവിടെയും ശ്രമിക്കുക. അപൂർവമായിട്ടെങ്കിലും ആർക്കോം പോലെയുള്ള കമ്പനികൾ ഉണ്ടാകുന്നുണ്ട്, യെസ് ബാങ്ക് പോലുള്ള കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ എത്ര ആവറേജ് ചെയ്താലും തിരിച്ച് പോസിറ്റീവിലേക്ക് എത്തുന്ന ചരിത്രമേ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ആവറേജിങ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പോലെ തന്നെ അതിന് ആവറേജ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിനെയാണ് ഒട്ടുമിക്കരും വലിയ രീതിയിലേക്ക് കാണുന്നതും കണക്കാക്കുന്നു. അപ്പോൾ ആവറേജിങ് എന്നുള്ളത് വളരെ അപൂർവമായിട്ട് ചെയ്യാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പിരമിഡിങ്ങിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. പിരമിഡിങ് അതിന്റെ ലക്ഷണം ഇതേ പ്രക്രിയ. നേരത്തെ നമ്മൾ എന്താണോ ചെയ്തത്, അവിടെ ഷെയറുകൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, ആ ഒരു സമയത്ത് നമ്മൾ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് ആ കമ്പനിയുടെ പ്രൈസ്, അതിന്റെ വില താഴേക്കായിരുന്നു എന്ന് മനസ്സിലാക്കുക. പിരമിഡിങ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു കമ്പനിയുടെ വില മുകളിലേക്ക് കയറും. നമ്മൾ നേരത്തെ കണ്ട പോസിറ്റീവ് ട്രെൻഡില് മുകളിലേക്ക് കയറുമ്പോൾ ഞാൻ ഇവിടുന്ന് 100 ക്വാണ്ടിറ്റി വാങ്ങി. മാർക്കറ്റ് കറക്ഷൻ വരുന്നു, മുകളിലേക്ക് വീണ്ടും പോകുന്നു, കറക്ഷൻ വരുന്നു, തിരിച്ചു കയറുന്നു. ഞാൻ നോക്കുന്നു ഇത് നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്നിട്ടുണ്ടോ? ഇല്ല, പോസിറ്റീവ് ട്രെൻഡിനാണ്. തിരിച്ചു കയറുമ്പോൾ ഞാൻ വീണ്ടും 100 ക്വാണ്ടിറ്റി വാങ്ങിക്കൂട്ടുന്നു. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നു, നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നില്ല. വീണ്ടും പോസിറ്റീവ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നു. ഇങ്ങനെ പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാണെന്ന് കാണുമ്പോൾ ഓരോ പ്രാവശ്യവും ഇത് കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ വീണ്ടും വീണ്ടും അതേ പണി ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് പിരമിഡിംഗ് എന്ന് പറയുന്നത്. എപ്പോഴാണോ അത് പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നത് ആ നിമിഷം അത് മുഴുവൻ വെച്ച് ഒഴിവാക്കുക. അതായത് എക്സാമ്പിൾ പറയുന്നു, ഇവിടെ വെച്ചും ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു സങ്കല്പിക്കുക. കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ തൊട്ടുമ്പത്തെ സിംഗിളോ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും വാങ്ങി സങ്കല്പിക്കുക. അതുൾപ്പെടെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുമ്പോൾ വിറ്റ് ഒഴിവാക്കിയേക്കുക. അപ്പോൾ ആവറേജിങ് എന്നുള്ളത് ആവറേജ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ആവറേജ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിന്റെ പുറകെ അധികം പോകാതിരിക്കുക. പിരമിഡിംഗ് നല്ല കമ്പനികൾ കണ്ടെത്തി പോസിറ്റീവ് ട്രെൻഡിലേക്ക് പോകുന്നതോറും വീണ്ടും വീണ്ടും ക്വാണ്ടിറ്റി വാങ്ങിക്കൂട്ടി വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് പിരമിഡിംഗ് എന്ന് പറയുന്നത്. ആവറേജിങ് ചെയ്യാം അപൂർവം ചില മാർക്കറ്റ് കണ്ടീഷനിൽ മാത്രം. ആവറേജിങ് ചെയ്യാം അപൂർവം ചില മാർക്കറ്റ് കണ്ടീഷനിൽ മാത്രം. അത് മനസ്സിലാക്കാനായിട്ട് ആവറേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ പഠിക്കുന്നു. മാർക്കറ്റിന്റെ ട്രെൻഡും മൂവ്മെന്റ് പാറ്റേണും. ട്രെൻഡ് നമ്മൾ പോസിറ്റീവ് ട്രെൻഡ് കണ്ടു. ഇനി നമ്മൾ മൂവ്മെന്റ് പാറ്റേൺ മനസ്സിലാക്കി. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക,
പോസിറ്റീവ് ട്രെൻഡ്, മാർക്കറ്റിന്റെ ട്രെൻഡ് എപ്പോഴും നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനാണ് നമുക്ക് എപ്പോഴും കൂടുതൽ ഗുണം ചെയ്യുക. ട്രെൻഡ് എപ്പോഴും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനാണ് ഗുണം ചെയ്യുക. മൂവ്മെന്റ് പാറ്റേൺ എപ്പോഴും ഷോർട്ട് ടൈം ട്രേഡ്, സ്വിംഗ് ട്രേഡിങ്ങിനും ഷോർട്ട് ടൈം ട്രേഡിങ്ങിനും അതോടൊപ്പം ഇൻട്രാഡേക്കും നമുക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ. ഇതാണ് ഷോർട്ട് ടൈം ട്രേഡിങ്ങിനും സ്വിംഗ് ട്രേഡിങ്ങിനും ഇൻട്രാഡേക്കും നമ്മൾ മാർക്കറ്റിന്റെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ ആണ്. ലോകത്തിൽ ഏത് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിലും ഏത് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിലും ശരാശരി 5 ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ മാത്രമേ മാർക്കറ്റിൽ ഉണ്ടാകാറുള്ളൂ. ഈ 5 ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ആ ഇൻഡെക്സിന്റെ സ്വഭാവത്തിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റോക്കിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിനോടൊപ്പം എങ്ങനെ നിൽക്കണം, എത്ര കാലം നിൽക്കണം എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതിന് 5 ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ ഈ ഒരു റൗണ്ടിനകത്ത് കാണുന്ന ഈ ഒരു ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ ആണ് ടൈപ്പ് 1. ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം, വളരെ വലിയൊരു ഗ്രോത്ത് ആണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നിരിക്കുന്നത്. വലിയൊരു ഗ്രോത്ത് അഥവാ നല്ലൊരു പോസിറ്റീവ് ട്രെൻഡ് എന്നും വലിയൊരു ബുള്ളിഷ് മൂവ്മെന്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വലിയൊരു ട്രെൻഡ്, വലിയൊരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ഈ ടൈപ്പ് 1 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ടൈപ്പ് 2 മൂവ്മെന്റ് പാറ്റേണും കൂടെ നമ്മൾ നോക്കാം. ടൈപ്പ് 2 മൂവ്മെന്റ് പാറ്റേൺ, ഇതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസവും പ്രത്യേകതകളും നോക്കാം. അതായത് ഒന്നാമത്തത് വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് കയറുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ റിട്ടേൺ ഇതിനകത്തുള്ള ട്രേഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടും. ഇതും മുകളിലേക്കുള്ള അഥവാ പോസിറ്റീവ് അല്ലെങ്കിൽ അപ് ട്രെൻഡ് തന്നെയാണ്, മുകളിലേക്കുള്ള ട്രെൻഡാണ്. പക്ഷേ ടൈപ്പ് 1നെ അപേക്ഷിച്ച് അത്ര ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്ര ഗ്രോ ഇത് സംഭവിക്കുന്നില്ല, ഗ്രോ നമുക്ക് തരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ടൈപ്പ് 1. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് 1. ഈ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ ഉള്ള ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ മൂവ്മെന്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഇതാണ് അടുത്ത് നോക്കാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണ്. അതായത് മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ്, ക്യാൻഡിൽ സ്റ്റിക്കിന്റെ സ്വഭാവമാണ് ഇവിടെ പഠിക്കേണ്ടത്. നോക്കിയാൽ മനസ്സിലാവും, വളരെ ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് 1 മുകളിലേക്ക് കയറുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വലിയ ക്യാൻഡിലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് താഴേക്ക് വരുന്നതിന്റെ സമയവും ദൂരവും വളരെ ചെറുതായിരിക്കും. വീണ്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകും. കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി വരുന്ന സമയവും ദൂരവും വളരെ ചെറുതായിരിക്കും. വീണ്ടും ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകും. കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി വരുന്ന സമയവും ദൂരവും ചെറുതാണ്. ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് മുകളിലേക്ക് കയറുന്നു. കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിന് ചെറിയ സമയം ചെറിയ ദൂരം മാത്രം വന്ന് വളരെ പെട്ടെന്ന് തന്നെ കറക്ഷൻ കഴിഞ്ഞ ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതൊരു ടൈപ്പ് 1 മൂവ്മെന്റിന്റെ ലക്ഷണമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള മാർഗം, മാർക്കറ്റിനെ ശ്രദ്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിനെ പഠിക്കുക, മനസ്സിലാക്കുക. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. കറക്ഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് താഴേക്ക് ചെറിയ ദൂരം ചെറിയ സമയം മാത്രം പെട്ടെന്ന് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ. ടൈപ്പ് 2ന്റെ പ്രത്യേകത അത്ര സ്പീഡിലല്ല മുകളിലേക്ക് കയറുന്നത്. ഇവിടെ കാണാം 3-4 ദിവസത്തെ ക്യാൻഡിൽ കൊണ്ട് വലിയ ദൂരം സഞ്ചരിക്കുന്നു. ഇവിടെ നമുക്കറിയാം എത്രയോ ദിവസങ്ങൾ എടുത്തിട്ടാണ് അത്രയും ദൂരം തന്നെ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സ്ലോയിലായിരിക്കും മുകളിലേക്കുള്ള മൂവ്മെന്റ്. അവിടെ കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വരുന്നതും അതുപോലെ കുറച്ചധികം സമയം എടുത്ത് കുറച്ചധികം ദൂരം സഞ്ചരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ചുരുങ്ങിയ ദിവസം 2-3-4 ദിവസം മാത്രമേ വരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറുന്നുണ്ടാവും. വളരെ ചെറിയ സമയം ചെറിയ ദൂരം മാത്രം. ഇവിടെ കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വളരെയധികം സമയവും ദൂരവും എടുത്തിട്ടാണ് മാർക്കറ്റ് വരുന്നത്. പിന്നെ തിരിച്ച് വീണ്ടും മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പതുക്കെ വളരെ സ്ലോലി ചെറിയ ദൂരം മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെയധികം ദൂരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിക്കുന്നു. ഇതാണ് ടൈപ്പ് 1ന്റെയും 2ന്റെയും തമ്മിൽ പ്രത്യേകത. അപ്പോൾ ഈ ഒരു കമ്പനികളെ നമ്മൾ നോക്കുമ്പോൾ ടൈപ്പ് 1നെ സംബന്ധിച്ചോളം നമുക്ക് വളരെ ഹാപ്പിയാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ താഴേക്ക് വരുന്നുള്ളൂ, ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിലുള്ള കമ്പനികളുടെ നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം, ഷോർട്ട് ടൈം ട്രേഡിംഗ് പരിഗണിക്കാം, സ്വിംഗ് ട്രേഡിംഗ് പരിഗണിക്കാം, അതുപോലെ തന്നെ ഇൻട്രാഡേയും പരിഗണിക്കാം. ഇതെല്ലാം നമുക്ക് പരിഗണിക്കാൻ പറ്റും. ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വലിയ
അത്യാവശ്യമില്ലാത്ത സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിങ്ങും ഷോർട്ട് ടൈം ട്രേഡിങ്ങും മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് വലിയ റിട്ടേൺ ഒന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഒരു ഗ്രാജുവൽ, ഒരു ചെറിയ രീതിയിലുള്ള റിട്ടേൺ കിട്ടും. അത് നമുക്ക് ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് വലിയ അത്യാവശ്യമില്ലാത്ത ഫണ്ട് മാത്രമേ ഈ ടൈപ്പ് 2 മാർക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ ടൈപ്പ് 2 മാർക്കറ്റിന് മറ്റൊരു പ്രത്യേകത, നമ്മൾ ഒരിക്കലും ലോങ് ടൈമിലേക്ക് തൽക്കാലം ഇത് പരിഗണിക്കരുത്. റീസൺ വേറൊന്നുമല്ല, ഇതിനെ സംബന്ധിച്ചോളം ഒരു കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറണമെങ്കിൽ കുറച്ചധികം സമയമെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും കാലം നമ്മളുടെ ക്യാപിറ്റൽ അവിടെ ലോക്ക് ആയി കിടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ദൂരം മൂവ് ചെയ്തു, പിന്നെ അത്രയും ദൂരം തിരിച്ചെത്തണമെങ്കിൽ ഒത്തിരി സമയമെടുത്ത മാർക്കറ്റ് തിരിച്ചു കയറാനായിട്ട്. അപ്പോൾ ഈ വലിയ രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് റിട്ടേൺ കിട്ടാതെ വളരെ സ്ലോവിലായിരിക്കും ടൈപ്പ് 2 നമ്മൾ നോക്കാൻ. അപ്പൊ ടൈപ്പ് 2 ആണെന്ന് കണ്ടാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സുകൊണ്ട് ഉറപ്പിക്കണം, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്ന, തിരിച്ച് അത്യാവശ്യമുള്ള പണമാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പതുക്കെ ഗ്രോത്ത് കിട്ടുള്ളൂ. അത്തരം ഒരു കമ്പനിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊന്നും അല്ലാത്ത മറ്റൊരു ടൈപ്പ് മാർക്കറ്റാണ് ടൈപ്പ് 3 എന്ന് പറയുന്ന മാർക്കറ്റ്. ടൈപ്പ് 3 ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ കണ്ട രണ്ടിൽ നിന്നും വിഭിന്നമാണ്. നേരത്തെ കണ്ട രണ്ടും ഒരു ഗ്രോത്ത് അഥവാ പോസിറ്റീവ് മൂവ്മെന്റ് ആയിരുന്നു, അതായത് മാർക്കറ്റ് മുകളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ടൈപ്പ് 3നെ കാണുമ്പോൾ നമുക്കറിയാം, താഴെ വരുന്നു, മുകളിലേക്ക് വരുന്നു, വീണ്ടും താഴെ വരുന്നു, മുകളിലേക്ക് വരുന്നു, ഇങ്ങനെ കയറ്റിറക്കങ്ങളിലൂടെയാണ് മാർക്കറ്റ് പോകുന്നത്. പക്ഷേ ഒരിക്കലും ഒരു ഗ്രോത്തിലേക്കോ ഒരു താഴേക്കുള്ള മൂവ്മെന്റോ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വരുന്നില്ല. ഒരു റേഞ്ചിനകത്ത് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്തുകൊണ്ട് സൈഡ് വേസ് മൂവ്മെന്റ്, ഒരു സൈഡിലേക്കാണ് ഇതിന്റെ പ്രൈസ് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ സൈഡ് വേസ് കയറ്റിറക്കങ്ങളിലൂടെ ഒരു റേഞ്ചിനകത്ത് നിന്നുകൊണ്ട് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡേയോ സ്വിംഗ് ട്രേഡിങ്ങോ ഷോർട്ട് ടൈം ട്രേഡിങ്ങോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റോ ഒന്നും ഇതിനകത്ത് പറ്റില്ല. ഇൻട്രാഡേ ചെയ്യാൻ ശ്രമിക്കുക. കൂടിപ്പോയാൽ 1-2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് രീതി മാത്രമേ ഇതിനകത്ത് ഫോളോ ചെയ്യാവുള്ളൂ. അപ്പൊ ടൈപ്പ് 3 മാർക്കറ്റാണെന്ന് കണ്ടാൽ നമ്മൾ എപ്പോഴും അലർട്ടായിട്ടിരിക്കണം. നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചിലപ്പോൾ തിരിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് വലിയ രീതിയിൽ വെയിറ്റ് ചെയ്യാത്ത ഒരു ട്രേഡിംഗ് രീതി മാത്രമേ ടൈപ്പ് 3 മാർക്കറ്റിൽ നമ്മൾ ഫോളോ ചെയ്യാവുള്ളൂ. ഇനി ടൈപ്പ് 1ന്റെയും ടൈപ്പ് 2ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൈപ്പ് 4ഉം ടൈപ്പ് 5ഉം ആയിട്ടുള്ള മാർക്കറ്റുകളുണ്ട്. ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം, ടൈപ്പ് 4 ടൈപ്പ് 1ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ടൈപ്പ് 1 മുകളിലേക്കായിരുന്നെങ്കിൽ ടൈപ്പ് 2 താഴേക്കാണ്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് താഴേക്ക് വരുന്നു. തിരിച്ചു കയറുന്നതിന്റെ സമയവും ദൂരവും വളരെ ചെറുതാണ്. തിരിച്ചു കയറുന്നതിന്റെ സമയവും ദൂരവും വളരെ ചെറിയൊരു മാർക്കറ്റാണ് ഇത്. അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ ഒരിക്കലും നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് കരുതരുത്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡിംഗ്, ഷോർട്ട് സെല്ലിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർക്കറ്റാണ്. നമുക്കറിയാം, ഫ്യൂച്ചർ സെല്ല് ചെയ്യുക, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെറ്റർ മാർക്കറ്റാണ് ടൈപ്പ് 4. വലിയ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് തരുന്ന ഒരു മാർക്കറ്റാണ് ഇത്. ഷോർട്ട് സെല്ലേഴ്സിന് നല്ല മാർക്കറ്റ് തരുന്ന. പക്ഷെ ടൈപ്പ് 5ലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ടൈപ്പ് 2ന്റെ നേരെ ഓപ്പോസിറ്റ്. ടൈപ്പ് 2 മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നെങ്കിൽ ഇത് നേരെ താഴേക്ക്. അതായത് ഇവിടെ 2ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ കാരണം മാർക്കറ്റ് നെഗറ്റീവാണ്. പക്ഷെ തിരിച്ചു കയറുന്നതിന്റെ സമയവും ദൂരവും കുറച്ചധികം സമയം എടുക്കുന്നതിന് ഇവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഷോർട്ട് സെല്ല് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കാം, ലോങ് പൊസിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പക്ഷെ അധിക സമയം അധിക ദൂരം വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കുറച്ച് ദൂരം വെയിറ്റ് ചെയ്തിട്ട് വലിയ പ്രോഫിറ്റുകൾ എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ ഈ 5 ടൈപ്പ് മൂവ്മെന്റ് പാറ്റേണിനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് നമുക്ക് എപ്പോൾ വാങ്ങണം, മീൻസ് അതിന് ഏത് ഡയറക്ഷനിലേക്ക് ഒപ്പം നിൽക്കണം, ആ സ്റ്റോക്കിന് ഇൻവെസ്റ്റ്മെന്റിനും ട്രേഡിങ്ങിനായിട്ടൊക്കെ പരിഗണിക്കാവോ എന്ന് നമുക്ക് നോക്കുക. അതിന് എക്സാമ്പിൾ തന്നെ ഇവിടെ നമുക്ക് ആർക്കോം എന്ന് പറയുന്ന സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. നമുക്കറിയാം ₹1.45. അപ്പോൾ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2019 മുതൽ ഇപ്പോൾ 2024 വരെ ഇത്രയും കാലം ഒരു റേഞ്ചിനകത്താണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു റേഞ്ചിനകത്ത്, അവിടുന്ന് ഒരു കയറ്റവും ഇല്ല, ഒരു കാര്യമായിട്ട് ഇറക്കമില്ല. ഈ ഒരു സ്റ്റോക്ക് ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ ICICI ബാങ്ക് ലിമിറ്റഡ്, ICICI ബാങ്ക് ലിമിറ്റഡിനെ കാണുമ്പോൾ തന്നെ ഒറ്റയടിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്, വോളിയം ഉണ്ട്, വലിയ ബാക്ക് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പോസിറ്റീവ് ട്രെൻഡിലാണൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതിനെ ലോങ് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ എയർടെൽ, നമുക്കറിയാവുന്ന കമ്പനിയാണ് എയർടെൽ എന്ന് പറയുന്ന കമ്പനി, ഭാരതി എയർടെൽ. ഈ ഭാരതി എയർടെലിനെ സംബന്ധിച്ചോളം നേരത്തെ ICICI ബാങ്കിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ രീതിയിൽ. കാരണം നമുക്കറിയാം, ഇവിടെ ഈ 2008 കാലഘട്ടത്തിലും അതുപോലെ തന്നെ 2020 കാലഘട്ടത്തിലും നടന്ന കറക്ഷൻ ഒഴികെ പിന്നെ ഇവിടെ ഒരു സമയത്തും ഇതാണ് 2020 കറക്ഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ കാര്യമായിട്ടുള്ള കറക്ഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ട് കഴിഞ്ഞാൽ വലിയ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കാരണം 2020 മുമ്പൊന്നും വലിയ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി വലിയ രീതിയിൽ ഡെവലപ്പ് ആയിട്ടില്ല. അതിനുശേഷം ഇപ്പൊ അത് പക്ക ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ ആണെന്നും വലിയ ഗ്രോത്ത് ഉണ്ടെന്നും ഇതിനകത്ത് വോളിയം ഉണ്ടെന്നും ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഈ ഒരു കമ്പനിയുടെ ഹിസ്റ്ററിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെ
ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനും ഷോർട്ട് ടൈം ട്രേഡിങ്ങിനൊക്കെ നമുക്ക് പരിഗണിക്കാം. ഇതേ കാര്യം തന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ ഇപ്പൊ അതിന്റെ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചോളം ഇപ്പൊ അത് പോസിറ്റീവ് ട്രെൻഡിലല്ല. കാരണം നമ്മൾ കാണാൻ പറ്റും ഇവിടെ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്നാണ്. അതിനുശേഷം ഇത് ഒരിക്കൽ പോലും പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നില്ല. ഇനി ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്കത് പരിഗണിക്കാം. ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം പരിഗണിക്കാവുന്നുള്ളൂ. മാത്രമല്ല ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഒരു റേഞ്ച് മാർക്കറ്റ്, ഒരു ടൈപ്പ് 3 മാർക്കറ്റാണ്. ഇതിനെ ഇപ്പൊ നമുക്ക് ഇൻട്രാഡേ അല്ലെങ്കിൽ 2-3 ദിവസം ഹോൾഡ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലാതെ വേറെ ഒന്നും നമുക്കത് പരിഗണിക്കാൻ പറ്റില്ല. ഇതിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള മാരുതി നമ്മൾ നോക്കിയായിരുന്നു. മാരുതി സുസുക്കി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ആ 2018-2020 കാലഘട്ടത്തിലുള്ള കറക്ഷൻ അല്ലാതെ വേറെ ഒരു ബാഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം നമുക്കറിയാം ഈ ഭാഗം ഒരു ടൈപ്പ് 2 മാർക്കറ്റ് ആയിരുന്നു. മാർക്കറ്റിൽ ടൈപ്പ് 3, അതായത് പോസിറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ പോലും തിരിച്ചിറങ്ങുന്നതിന്റെ സമയവും ദൂരവും കുറച്ച് കൂടുതലാണ്. വലിയ ഗ്രോത്തും തന്നിട്ടില്ല. പക്ഷേ അതിനുശേഷം ഇപ്പോ അതിന്റെ മാർക്കറ്റിന്റെ സ്വഭാവം ഒന്ന് മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു കറക്റ്റ് പോസിറ്റീവ് ട്രെൻഡ് ടൈപ്പ് 1 മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. അവിടെ കറക്ഷനും പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യമായിട്ട് വരുന്നില്ല. വീണ്ടും അത് വീണ്ടും അത് ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേണിന് തന്നെയാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട എമാൻഡം എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം പ്രീവിയസ് ഹിസ്റ്ററി എടുക്കാം. ഈ 2018 മുതൽ 2020 കാലഘട്ടം വരെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രൈസിസ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പക്ക വലിയ മാർക്കറ്റ്, ഒരു ടൈപ്പ് 1, കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യമായിട്ട് വന്നിട്ടില്ല. നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു, പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ചു. അതിനുശേഷം വീണ്ടും അത് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു ഇപ്പോൾ സ്റ്റോക്ക്. മാത്രമല്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരു ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേണിന്റെ ലക്ഷണം കാണിക്കുന്നു. അതായത് കറക്ഷൻ, പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ ചെറിയ സമയം, ചെറിയ ദൂരം മാത്രം വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ നോക്കിയ മുത്തൂറ്റ് കൂടെ നമുക്ക് നോക്കാം. മുത്തൂറ്റ് ഫിനാൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി, മാക്സിമം ഹിസ്റ്ററി എടുക്കുന്നു. പറയത്തക്ക ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ 2020 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കറക്ഷൻ മാത്രം. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു കയറുന്നു. ഇവിടെ നമുക്കറിയാൻ പറ്റും പ്രോഫിറ്റ് ബുക്കിങ്ങിന് വലിയൊരു സമയം, വലിയൊരു ദൂരം വരുന്നില്ല. കയറി പോയിക്കൊണ്ടിരിക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ മൂവ്മെന്റ് ഇപ്പോഴും ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് ഓരോ സ്റ്റോക്കിനെയും അതിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റിനും ട്രേഡിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓരോ സ്റ്റോക്കും വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ഇട്ടിട്ട് അതിന് ഗ്രോത്ത് ഉണ്ടായിരുന്നോ, വോളിയം ഉണ്ടായിരുന്നോ, ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണോ, അതിന് ഏത് ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോക്കിന്റെ സ്വഭാവം കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് പഠിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കുറച്ച് നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശീലമാകുന്നത് വരെ നമുക്ക് എന്ത് കാര്യവും ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഗ്രോത്ത് ഉള്ള, വോളിയമുള്ള, ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത പോസിറ്റീവ് ട്രെൻഡുള്ള സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് പരിഗണിക്കാം. അത് ടൈപ്പ് 1 ആണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ടൈപ്പ് 2 ആണെങ്കിൽ നമ്മളൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ടൈപ്പ് 3 ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനും ട്രേഡിങ്ങിനും പറ്റില്ല. ഇൻട്രാഡേയും അതുപോലെ തന്നെ 2-3 ദിവസത്തേക്കുള്ള ഹോൾഡിങ്ങുള്ള ട്രേഡുകൾക്കേ പറ്റുള്ളൂ എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ആവറേജിങ് പിരമിഡിങ്ങും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് 1 അല്ലാതെ ഒരു മാർക്കറ്റ് കണ്ടീഷനിലും ആവറേജിങ് ചെയ്യരുത്. പിരമിഡിങ് ആവാം. ടൈപ്പ് 2 പിരമിഡിങ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ആവറേജിങ് ചെയ്യുന്നത് ടൈപ്പ് 1 ലോങ് പൊസിഷൻ മുകളിലേക്കുള്ള ട്രേഡുകളാണെങ്കിൽ ടൈപ്പ് 1 ഷോർട്ട് പൊസിഷൻ നമ്മൾ പുട്ട് ഓപ്ഷനോ ഫ്യൂച്ചർ സെല് ചെയ്തിട്ട് അത് ആവറേജ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് 4 മാത്രം. ഈ 2 മാർക്കറ്റ് കണ്ടീഷനിലല്ലാതെ ഒരു കണ്ടീഷൻസിലും നമ്മൾ ആവറേജിങ് ചെയ്യരുത്. കാരണം ടൈപ്പ് 1 നമുക്കറിയാം ആവറേജ് ചെയ്താലും അധിക സമയം മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് വരാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് പ്രോഫിറ്റിലേക്ക് എത്തിക്കോളും. ടൈപ്പ് 4 നമുക്കറിയാം പക്ക നെഗറ്റീവ് മാർക്കറ്റാണ്. വലിയ സമയമൊന്നും തിരിച്ച് മുകളിലേക്ക് കയറുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആവറേജ് ചെയ്താലും വളരെ പെട്ടെന്ന് നമുക്കത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് 1 ടൈപ്പ് 4 മാത്രമേ ആവറേജിങ് ചെയ്യാവൂ. മറ്റൊരു മാർക്കറ്റ് കണ്ടീഷനിലും ആവറേജ് ചെയ്യരുത്. ഇങ്ങനെ മാർക്കറ്റിന്റെ സ്വഭാവവും ട്രെൻഡും മൂവ്മെന്റ് പാറ്റേണും പഠിച്ചിട്ടാണ് നമ്മൾ സ്റ്റോക്കിനെ അനലൈസ് ചെയ്തിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിസിഷൻ എടുക്കുന്നെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനും കഴിയും.